ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ മുമ്പിൽ ദൈവം താമസിക്കുന്നു. അതോർത്ത് ദൈവം സ്തോത്രം ചെയ്യുന്നു. രാവിലെ മുതല് നമ്മള് വചനങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ആത്മാവിന്റെ പ്രവർത്തികളെ കുറിച്ചും കണ്ണാടിയാകുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നമ്മൾ നിന്ന് നമ്മളെ കറക്റ്റ് ചെയ്യേണ്ടതിനായിരിക്കുന്ന ആവശ്യതയെ കുറിച്ചൊക്കെ വളരെ ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലൈൻ ലീഡ് ചെയ്യുന്ന പാസ്റ്ററെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാ പാസ്റ്റർമാരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് ലീഡ് ചെയ്യുന്നതായിരിക്കുന്ന എല്ലാ സഹോദരന്മാരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാറ്റിലും ഉപരി രാവും പകലും ഈ പ്രെയർ ലൈനിൽ ആക്റ്റീവായിട്ട് അടങ്ങിയിരിക്കാതെ ആത്മയുദ്ധം ചെയ്യുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിന് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ എന്റെ കർത്താവിനോട് പറയുകയാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശക്തമായിരിക്കുന്ന രീതിയിൽ ദൈവം അവരെ ഇനി ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന നല്ല പാത്രങ്ങളാക്കി ദൈവം അവരെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രെയർ ലൈൻ ലീഡ് ചെയ്യുന്ന എല്ലാ സഹോദരന്മാരെയും കർത്താവിന്റെ നാമം പറഞ്ഞ് ഒരു പ്രാവശ്യത്തെ ഒരു വിഷയമാണ് മാനസാന്തരം എന്നുള്ളതായിരിക്കുന്ന ഒരു വിഷയം. കഴിഞ്ഞ ട്യൂസ്ഡേ ഞാൻ ഈ ട്യൂസ്ഡേ എന്റെ മനസ്സിലേക്ക് കർത്താവ് ഈ ഒരു ആശയം തന്നു. അപ്പൊ ഞാൻ കർത്താവിന്റെ അടുത്ത് വെച്ച്, കർത്താവെ റിയലി ഈ മാനസാന്തരത്തെ കുറിച്ച് വേണോ ഞാൻ സംസാരിക്കാൻ? കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, അന്യഭാഷ കിട്ടി, പരിശുദ്ധാത്മാഭിഷേകവും പ്രാപിച്ചതായിരിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ മാനസാന്തരം എന്നുള്ളതായിരിക്കുന്ന ഒരു ആസ്പെക്ട് അത് അങ്ങനെ പറയുമ്പോൾ ഞാൻ എങ്ങനെ പറയും? അത് ഈ പ്രെയർ ലൈനിലുള്ളതായിരിക്കുന്ന എല്ലാവരും ശക്തരായിരിക്കുന്ന വിശ്വാസികളാണ്. ഇതെന്റെ ഉള്ളത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോ എനിക്ക് ആ മാനസാന്തരം എന്നുള്ള വാക്കിന്റെ അർത്ഥത്തെ കുറിച്ച് മുതൽ ഞാൻ അങ്ങോട്ട് കുറച്ചും കൂടി ഞാൻ ഒരു ഡീപ്പർ ലെവലിലേക്ക് ഇറങ്ങുവാനായിട്ട് തുടങ്ങിയപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഉണർവ് വേണമെങ്കിൽ വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു വിഷയമായതുകൊണ്ടും പ്രിയമുള്ളവരെ ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു, ഒരു ഉണർവിന്റെ കാറ്റ് അടിക്കേണ്ട സമയമാണിത്. കഴിഞ്ഞ ദിവസം വർഗീസ് പാസ്റ്റങ്ങള് ഒരു വിഷൻ കണ്ട കാര്യം ഇങ്ങനെ പറഞ്ഞു. ഒരു കാറ്റടിച്ചപ്പോ ആ മാവിന്ന് മാങ്ങകളെല്ലാം കൂടെ വീഴുന്നതായിരിക്കുന്ന ഫലം പുറത്തു വന്നായിരിക്കുന്ന വീണ ഒരു കാഴ്ചയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് ഉണർവിന്റെ ഒരു സമയമാണ്. ദൈവത്തിന് ചില പ്രവർത്തികൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഉണർവ് വേണമോ? ഉണർവിനായിട്ട് സഭ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നമ്മുടെ ഈ പ്രെയർ ലൈനിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ എക്സാക്ട്ലി നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും ബേസ്മെന്റ് കറക്റ്റായേ പറ്റത്തുള്ളൂ. ഈ മാനസാന്തരം എന്ന് പറയുന്നതായിരിക്കുന്ന ഉപദേശം അത് ഏറ്റവും അടിസ്ഥാന ഉപദേശമാണെന്ന് എബ്രായ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ കൂടെ പരിശുദ്ധാത്മാവിനോട് ഇടപെടുവാനായിട്ടിടയായി. ആ എബ്രായ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഇവിടെ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം തോന്നും, ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങൾ അവിടെയുണ്ട്. പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. ഈ 6 കൂട്ടം കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ളതായിരിക്കുന്ന മാനസാന്തരം. ഇത് ആദ്യ വചനമാണ്. ഇതിനെ കുറിച്ചുള്ളതായിരിക്കുന്ന അത് വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുവാൻ അവിടെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ അടിസ്ഥാനം പെർഫെക്റ്റ് അല്ല എങ്കിൽ കർത്താവ് എന്നോട് ഇടപെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന് നമ്മളെ മേലേക്ക് പൊക്കി പണിത് ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കണമെങ്കിൽ ബേസ്മെന്റ് കറക്റ്റ് അല്ലെങ്കിൽ എത്ര മേലേക്ക് പൊക്കി പണിതാലും അതിനൊരു സ്റ്റെബിലിറ്റി കാണത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് താഴെ പോരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിന് ഒരു വളരെ വലുതായിരിക്കുന്ന ഒരു ചേഞ്ച്, ആ മാനസാന്തരം എന്നുള്ള വാക്കിനെ കുറിച്ച് ഞാൻ അല്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ദൈവം എന്നോട് വ്യക്തമായി ആ ഒരു ആഴത്തിലേക്ക് ഇറങ്ങുവാൻ കർത്താവ് പറഞ്ഞതുകൊണ്ട് ഇനി വിഷയവുമായി ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുകയാണ്. ദൈവാത്മാവ് നിങ്ങൾ ഓരോരുത്തരെയും എന്നെയും ദൈവം സഹായിക്കട്ടെ. പ്രിയമുള്ളവർ, അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിഷൻ ഞാൻ കണ്ടു. ആ വിഷൻ ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു ലൈനിൽ പറയണോ വേണ്ടയോ എന്ന്. അത് ഇന്നലെയാണ് ഞാൻ കണ്ടത്. പക്ഷേ ആത്മാവിന്റെ ഒരു നിർബന്ധം എന്റെ ഉള്ളത്തിൽ വന്നതുകൊണ്ട് ഇന്ന് ഈ വിഷയം ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ കണ്ട വിഷൻ ഇങ്ങനെയായിരുന്നു. ചൂടോടെയുള്ള ഒരു അപ്പം പോലെയുള്ള ഒരു എന്തോ എക്സാക്ട്ലി അപ്പം അല്ല, പക്ഷെ അപ്പം പോലെ ഇരിക്കുന്നതായിരിക്കുന്ന സംഭവം. അത് നല്ല ചൂടുണ്ട്. നല്ല ചൂടോടെ ഞാനൊരു ആളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് എന്നോട് പറയുന്നു, ഇത് ഓവർ കുക്ക്ഡ് ആണ്. ഓക്കെ, ഇത് ഓവർ കുക്ക്ഡാന്ന് പറഞ്ഞിട്ട് മുഖം തിരിച്ച് അങ്ങനെ അത് വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങ് മുഖം തിരിച്ചു. നമ്മളെ ഒരാള് അവഗണിക്കുന്ന ഒരു ഭാവത്തിൽ അങ്ങ് തിരിച്ചു കളഞ്ഞു. പക്ഷെ അതേ സമയം അവിടെ നോക്കി നിന്ന 2-3 പേര് വന്നിട്ട്, അയ്യോ ഞങ്ങൾക്ക് ഈ അപ്പം, ഞങ്ങൾക്കാണെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ആർത്തിയോടെ ആ സംഭവം വന്ന് ഞാനിങ്ങനെ അത് വ്യക്തമായി കണ്ടു.
കാരണം ഞാനൊന്ന് എഴുന്നേറ്റിട്ട് കിടന്ന സമയമായിരുന്നു, ഉറക്കം വന്നില്ല, വെറുതെ കണ്ണടച്ച് കിടന്ന സമയത്ത് കണ്ട കാര്യമായിരുന്നു. അപ്പൊ അത് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പൊ അവര് വന്ന് ആർത്തിയോട് ഈ സംഭവം അങ്ങോട്ട് മേടിച്ചിട്ടും പോയി. ഇത് കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. കർത്താവ് എന്നോട് കാണിച്ചു തന്നത് ചില സമയത്ത് നമ്മൾ വചനം കേൾക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് രാവിലെയും പാസ്റ്റർ പറഞ്ഞു, വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് വചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ സ്വന്തമാണ്. അല്ലാതെ പറയുന്ന ആളുകളുടെ അല്ല വചനം. എന്റെ സ്വന്തമല്ല ഞാൻ സംസാരിക്കുന്ന വചനം. അല്ലെ പാസ്റ്റർ വചനം പറയുമ്പോൾ പാസ്റ്ററുടെ സ്വന്തത്തിൽ നിന്ന് എടുത്തല്ല പറയുന്നത്. അല്ലെങ്കിൽ ആ പറയുന്ന ഓരോ ദൈവത്തിന്റെ ദാസന്മാരായാലും ദാസിമാരായാലും ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുമ്പോൾ അവരുടെ സ്വന്തമല്ല ഒന്നും. അത് കർത്താവിൽ നിന്ന് എടുത്ത് ദൈവം കൊടുക്കുന്നത്, വിളമ്പി കൊടുക്കുന്ന ഒരൊറ്റ ഉത്തരവാദിത്തമാണ്. കർത്താവ് അവരെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാത്രമാണ് ദൈവം ഉപയോഗിച്ച് അവിടെ നിർത്തിയിരിക്കുന്നത്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ സ്വന്തമാണ്. ആ മന്ദിരവും ദൈവത്തിന്റെയാ. അതുകൊണ്ട് കേൾക്കുന്നതായിരിക്കുന്ന വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, ഞാൻ കർത്താവില് ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്, വചനം കേൾക്കുമ്പോൾ പറയുന്നവരുടെ ഒന്നും നോക്കാതെ ഇത് വചനമാണെന്ന് കേട്ട് അത് ഏറ്റെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവാത്മാവിനോട് സംസാരിക്കുന്നതാണെന്ന് കേട്ട് നമ്മൾ അത് ഏറ്റെടുക്കുമ്പോൾ ദൈവിക പ്രവർത്തനം വരും. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഓവർ കുക്ഡ് ആണോ, അല്ലെങ്കിൽ അതിനൊരു ജഡ്ജ്മെന്റ് നമ്മൾ ഇടേണ്ട കാര്യമില്ല. അതെങ്ങനെയാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന വചനമാണെങ്കിൽ അത് അതിനെ അങ്ങനെ തന്നെ എടുക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് പാസ്റ്റർ രാവിലെ പറഞ്ഞല്ലോ, 3 വയസ്സുള്ള കുഞ്ഞാണെങ്കിലും പറയുന്നത് നമ്മൾ അത് ദൈവം പറയുന്നതാണെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കേണ്ട ആവശ്യമുണ്ട്. എന്റെ മോന് 3 വയസ്സുള്ള സമയത്ത്, ഞാൻ ഈ 3 വയസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, എന്റെ മോന് 3 വയസ്സുള്ള സമയത്ത് ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തലയിൽ എന്റെ അടുത്ത് വന്ന് തലയെ കൈവച്ചിട്ട് എന്നോട് പറയുന്നു, അമ്മ ഇപ്പം ട്രൈബൽസിന്റെ ഭാഷ അമ്മയ്ക്ക് മനസ്സിലാവും, ട്രൈബൽസ് സംസാരിക്കുന്നത് മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പൊ അവന് ഈ ട്രൈബൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാവുന്ന എനിക്കറിയത്തില്ല. കാരണം അങ്ങനത്തെയൊക്കെ അവന് വാക്കുകൾ കേട്ടിട്ട് ഏതെങ്കിലും ബുക്കിലോ എവിടെയെങ്കിലും കണ്ടാന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, എന്റെ തലയിലേക്ക് ഒറ്റ കൈവച്ച്, ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കാം, പെട്ടെന്ന് തന്നെ എന്റെ അന്യഭാഷ മാറി, ഞാനൊരു പ്രത്യേക ഭാഷ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നമുക്കറിയാലോ ഈ ട്രൈബൽസിന്റെ ഒക്കെ ഭാഷ കുറച്ചൊക്കെ നമ്മൾ അവിടെ കിച്ചിലൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു ഭാഷയായി മാറാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ പറഞ്ഞ കുഞ്ഞാണേലും ആരാണേലും നമ്മൾ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വചനമായി ഏറ്റെടുക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് വചന ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന ദൈവമേ, സ്വർഗ്ഗ പിതാവേ, കർത്താവ്, ഇന്ന് മാനസാന്തരം എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് പരിശുദ്ധാത്മാവ് എന്റെ കയ്യിൽ തന്നതെങ്കിൽ, എന്റെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ക്രമീകരിക്കേണ്ടതായിരിക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ അടിയനെ വചനത്തിന്റെ മുകളിലാദ്യം ഏൽപ്പിക്കുന്ന കർത്താവെ, കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് തുടർന്ന ഒരു ദിവസമാക്കി ദൈവം മാറ്റണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് വചനം കേൾക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ വീണ്ടും പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഉണർവിന്റെ കാറ്റ് വീശുവാൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, ശക്തിയോടുള്ളൊരു ദൈവിക പ്രവർത്തിയിലുള്ളിൽ സംഭവിക്കട്ടെ. കർത്താവെ, ഈ പ്രയർ ലൈൻ കർത്താവ് ഇത് തുടങ്ങിയത് തന്നെ എന്റെ ദൈവമാണല്ലോ. എന്റെ കർത്താവെ, അതിന്റെ മഹത്വം പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത് ഉണർവിന്റെ ഭാഗമാണെങ്കിൽ എന്റെ കർത്താവ് ഞങ്ങളിൽ ആദ്യം ഉണർവ് അയക്കണമേ. കർത്താവെ, അതിന് വേണ്ടുന്ന ബേസ്മെന്റ് ക്ലിയർ ആക്കി മുന്നോട്ട് പോകുവാൻ ദൈവശക്തി ദൈവം ഞങ്ങളുടെ മേൽ പകരണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ റിപ്പന്റൻസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു, നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. ഈ നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ അതിന്റെ ട്രാൻസ്ലേഷൻ നോക്കിയപ്പോൾ അതിങ്ങനെയാ കിടക്കുന്നത്, റിപ്പന്റൻസ് ഫ്രം ആക്ട്സ് ദാറ്റ് ലീഡ് ടു ഡെത്ത്. അപ്പൊ ഏതൊക്കെ പ്രവൃത്തിയാണോ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതായിരിക്കുന്ന ഒരു ആശയമാണ് അവിടെ കിടക്കുന്നത്. വേറൊരു ട്രാൻസ്ലേഷന് പറയുന്നത് റിപ്പന്റൻസ് ഫ്രം ഡെഡ് വർക്ക്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ഈ ഡെഡ് വർക്ക്സുകൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്ന് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ അതിന് മിലിറ്ററി ടേം, അതിന്റെ ആ ഗ്രീക്ക് ഭാഷയിൽ അതൊരു മിലിറ്ററി ടേം ആയിട്ടാണ് പറയുന്നത്. മെറ്റാനോയ എന്നുള്ളൊരു വാക്കാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇത് ഞാൻ നിങ്ങളുടെ പറയുന്നതിന്റെ ഇതിന്റെ ഒരു ഇച്ചിരി ആഴത്തിൽ പോയതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളത്തിൽ ആ മാനസാന്തരം എന്നുള്ളതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കയറാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മെറ്റാനോയ എന്ന് പറഞ്ഞാൽ അതൊരു മിലിറ്ററി ടേമാണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം എബൌട്ട് ഫേസ്. എബൌട്ട് ഫേസ് എന്ന് പറഞ്ഞാൽ കമാൻഡർ പറയാണ്, അത് മിലിറ്ററി ടൈമാന്ന് പറഞ്ഞല്ലോ, ഒരു കമാൻഡർ പറയാണ് എബൌട്ട് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഡയറക്ഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ മാറി നടക്കണം, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യണം.
അതിനാണ് ഈ ഒരു മെറ്റാനോയ എന്നുള്ളതായിരിക്കുന്ന ടേം ഈ പുതിയ നിയമത്തില് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയപ്പോൾ ഈ ടേമാണ് അവിടെ മാനസാന്തരത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ടേം എന്ന് പറയുന്നത്. ഇന്നിപ്പോ ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ മുമ്പിൽ കേൾക്കുകയാണ്. എബൌട്ട് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തോണം? കർത്താവ് കൽപ്പിച്ചാൽ അത് നിൽച്ചിട്ടാൽ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക്, അതായത് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ഷനിൽ ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് മാറി നടക്കുക. അപ്പോ ഇന്ന് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ കൊടുത്തിട്ട് കർത്താവിന്റെ സന്നിധിയിൽ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, കർത്താവെ, ഞാൻ എപ്പോഴെങ്കിലും ക്രമം കിട്ടി നടക്കുന്നെങ്കിൽ, എന്റെ ജീവിതത്തിന്റെ ഏത് മേഖലകളാണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണമെന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ ആയിരിക്കുമെങ്കിൽ, ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് എനിക്ക് ഉറപ്പ് നൽകിയതായിരിക്കുന്ന വിഷയമാണ്. ഇന്നത്തെ ദിവസം നമ്മളെ ദൈവം ബേസ്മെന്റ് ക്ലിയർ ആക്കി ദൈവം തരും. എല്ലാറ്റിനും മേലും ഇതിന്റെ മേലേക്ക് ശക്തമായ ഒരു ദൈവിക പ്രവൃത്തി മേലേക്ക് നടക്കും. അതുപോലെയുള്ള ഒരു ദൈവിക ഇടപെടൽ എന്റെ ജീവിതത്തിലുണ്ടായി. എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ, എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെയുള്ള ഒരു ദൈവ സാന്നിധ്യം ഞാൻ ഈ വിഷയമായിട്ട് ഇരിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ സാന്നിധ്യം അതുപോലെ അനുഭവിച്ചു ഞാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനിന്ന് പറയുന്നതിന്റെ പിന്നിലെ കാരണം, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ ഞാനും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നമ്മളെ ആ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവിക പദ്ധതിയുണ്ട്. നമ്മളാകുന്ന അടിസ്ഥാനത്തിന്റെ മേൽ എന്റെ കർത്താവിന് വലിയ കാര്യങ്ങൾ പണിതെടുക്കാനുള്ളത് കൊണ്ട് ഈ ദിവസം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അടിസ്ഥാനത്തെ ഉറപ്പിക്കേണ്ടത് ഞാൻ എന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആർക്കാണ് മാനസാന്തരം ആവശ്യമായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ വചനത്തില് എന്റെ വചനത്തില് ഉടനീളം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, വിക്കറ്റ് വേയിൽ നടക്കുന്ന അല്ലെങ്കിൽ ദുഷ്ട സ്വഭാവം ഉള്ള ഒരു വ്യക്തിക്കാണ് മാനസാന്തരം ആവശ്യമായിരിക്കുന്നത്. ഇതിനുള്ള വചനങ്ങൾ ഞാനിപ്പോ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, താഴേക്ക് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ആ സ്വഭാവങ്ങൾ ആദ്യമെല്ലാം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ വിക്കറ്റ് എന്ന് വിചാരിക്കുമ്പോൾ എപ്പോഴും എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വചനം വായിക്കുമ്പോൾ ദുഷ്ടൻ 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 എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ദുഷ്ടൻ എന്ന് പറയുമ്പോൾ വിചാരിച്ചിരുന്ന ദുഷ്ട മനുഷ്യർ എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ സങ്കീർത്തനക്കാർ ആ പ്രാർത്ഥന എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മനസ്സിൽ കുറെ പിക്ചറുകൾ വരും. അത് ചിലപ്പോൾ അയൽവക്കക്കാരായിരിക്കാം, സ്വന്തക്കാരായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, ആരെങ്കിലൊക്കെ ആയിരിക്കാം. അവരോട് ആ ഒരു പ്രാർത്ഥനയുടെ മുമ്പിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പിക്ചർ കയറ്റി ഞാൻ എന്റെ ആദ്യകാലങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ചും കൂടെ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി ഇത് പിശാചാണ്. പിശാചിനെ കണ്ട് അങ്ങ് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാത്തിനും കംപ്ലീറ്റ് അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങി. പക്ഷെ വിക്കറ്റിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അതിന് ഒത്തിരി മീനിങ്ങുകളുണ്ട്. ഇപ്പൊ മർഡർ ചെയ്യുന്ന ഒരാളാണോ, അതല്ലെങ്കിൽ മോഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുന്ന ഒരു വ്യക്തി, ഇതെല്ലാം ദുഷ്ടതയാണ് അല്ലെ. അത് മാത്രമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും കർത്താവ് പറഞ്ഞേക്കുന്ന ഏത് ലെവലിലാണ്. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും വിക്കറ്റ്നെസ് പറഞ്ഞാൽ അത് ഈവിൾ ആക്ട് ആണ്, അത് പിശാചിന്റെ പ്രവർത്തികളാണ്. പിശാചിന്റെ പ്രവർത്തി എന്ത് തന്നെയായിരുന്നാലും അത് വിക്കറ്റിനകത്ത് പെടും, ആ ദുഷ്ടതയിൽ അത് പെടും. അതുകൊണ്ടാണ് ഭയത്തോടെ നമുക്ക് വചനത്തിന്റെ മുമ്പിൽ ഇന്ന് നമുക്കായിരിക്കാം. ദൈവം നമ്മളെ അതിൽ നിന്ന് വിടുവിച്ച് നമ്മൾ നീതിമാന്മാരുടെ പട്ടികയിൽ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എവിടെയാ മാറിപ്പോയെന്ന് മനസ്സിലാക്കി അതിലൊന്ന് യഥാസ്ഥാനപ്പെടുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുവെന്ന്. പ്രിയമുള്ളവർ, ഇന്നൊരു യഥാസ്ഥാനപ്പെടുന്ന ഒരു ദിവസമാക്കി പരിശുദ്ധാത്മാവിന് അതിനെ മാറ്റട്ടെന്ന് ഞാൻ എന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. വിക്കട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് പല രീതിയിൽ ഒരു ഹാം ഉണ്ടാക്കിയാൽ മതി, അത് വിക്കടാ. മറ്റൊരാൾക്ക് നമ്മളൊരു സ്ട്രെസ് ഇട്ട് കൊടുത്താൽ മതി. ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവോ എന്തെങ്കിലും ഒരു സ്ട്രെസ്സാണ് ഒരു മനുഷ്യനിൽ ഇടുന്നതെങ്കിലോ, ഒരു ട്രബിള് നമ്മൾ മുഖാന്തരം ഒരാൾക്ക് കോസ് ചെയ്താലോ, അതിനെല്ലാം അതിന്റെ നമ്മൾ ഡെഫിനേഷൻസ് ഒക്കെ നോക്കി കഴിയുമ്പോൾ പല ആശയങ്ങൾ ഞാൻ പഠിച്ചിട്ടാ പറയുന്നത്, അതിനെല്ലാം ഈ ഒരു മീനിങ്ങിൽ ഈ വിക്കഡ് എന്നുള്ളതിനകത്ത് വരും. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് പറയുന്നുണ്ടല്ലോ, അവിശ്വാസമുള്ളതായിരിക്കുന്ന ഒരു ദുഷ്ട ഹൃദയം എന്ന്, അല്ലെ, നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. അപ്പൊ അവിശ്വാസമുള്ളതായിരിക്കുന്ന ദുഷ്ടഹൃദയം, ഒരു ദുഷ്ടഹൃദയം ഉണ്ട്. അവിശ്വാസം വരുമ്പോൾ ഓഫ് കോഴ്സ് ആ ദുഷ്ടഹൃദയം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങൾ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഈ സുവിശേഷത്തിന്റെ ആദ്യം മുതൽ അല്ലെ, മത്തായിയുടെ സുവിശേഷം ആദ്യം മുതൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാ. ആ യോഹന്നാൻ സ്നാപകൻ അല്ലെ, കർത്താവിന്റെ കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്ന് അവിടെ വിളിച്ചു പറയുന്ന ആദ്യത്തെ വാക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ച ആദ്യത്തെ വാക്കെന്ന് പറയുന്നത് ഇതായിരുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ നമുക്കറിയാം യോഹന്നാൻ സ്നാപകൻ തടവിലായി. അത് കഴിഞ്ഞിട്ട് യേശു ഗലീലയിൽ ചെന്ന് അവിടെ ചെന്ന് യേശു പ്രസംഗിക്കുകയാണ്. എന്താണ് യേശു കർത്താവ് പ്രസംഗിച്ചത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അതായിരുന്നു കർത്താവിന്റെ വാക്ക്. താഴേക്ക് വരുമ്പോൾ നമുക്കറിയാം പത്രോസ് അപ്പോസ്തലൻ, പൗലോസ് അപ്പോസ്തലൻ, ഇങ്ങനെ ആരും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം പ്രസംഗിച്ച പ്രസംഗത്തിനകത്ത് മാനസാന്തരം ഉണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കരുത് ജാതികളോട് മാത്രമാണ്, അതല്ലെങ്കിൽ ആ യഹൂദന്മാരുടെ ഇടയിൽ ആ രക്ഷ വേണ്ടവരുടെ അടുത്ത് മാത്രമാണ് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ലേഖനങ്ങളിലേക്കെല്ലാം വരുമ്പോൾ നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യകത
ആവശ്യകതയുണ്ട്. നമ്മൾ മനം തിരിയേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. പാപത്തിൽ എവിടെയെങ്കിലും നമ്മൾ പെട്ടുകിടക്കുന്നെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൈവം നമ്മളെ ഇന്ന് ഓർപ്പിക്കുകയാണ്. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു സാധനം നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തിരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. ഈ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ശക്തമായി എന്നോട് ഇടപെട്ടു. ഒരു കാര്യം നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ തിരിച്ചെടുത്തുകൊണ്ട് നടക്കാനായിട്ട്, ഉപേക്ഷിച്ച വസ്തുവാണെങ്കിൽ പിന്നെ നമ്മൾ അതിനെ തിരിച്ചെടുക്കരുത്. ഒരു നായയുടെ സ്വഭാവം നോക്കിക്കേ, വചനം തന്നെ വിളിച്ചു പറയുന്നുണ്ട്, ഛർദിയിലേക്ക് തിരിഞ്ഞ് എന്ന്, അല്ലെ? ഛർദിച്ചത് ഭക്ഷിക്കുന്നത് നായ. നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞതായിരിക്കുന്ന സ്വഭാവങ്ങൾ, അല്ലെ? ഈ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ വീണ്ടും അതിൽ കുടുങ്ങിപ്പോയാൽ, ആ വചനം എല്ലാം വായിക്കുമ്പോൾ പണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഈ ലോകത്തിന്റെ മാലിന്യം വിട്ടോടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിൽ കുടുങ്ങിപ്പോയാൽ ഞാൻ ഒറ്റ അർത്ഥമേ അതിന് കണ്ടിരുന്നുള്ളൂ. ഞാൻ കണ്ട അർത്ഥം ഇതായിരുന്നു, സമുദായത്തിൽ നിന്ന് വന്ന് ദൈവത്തിന്റെ സഭയിലേക്ക് വന്ന ജനം തിരിച്ച് അതിലേക്ക് പോയാൽ, അതല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ ആ ഒരു വാക്കിനെ ഞാൻ കണ്ടിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ ലോകത്തിന്റെ മാലിന്യം വിട്ടോടി വന്ന ഞാൻ, അതായത് എന്റെ ജീവിതത്തിലെ ലോകത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടായിരുന്നു. ഈ ലോകത്തോടുള്ള സ്നേഹം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഞാൻ വിട്ടുകളഞ്ഞ് എന്റെ കർത്താവിലേക്ക് വന്നിട്ട് വീണ്ടും തിരിച്ച് ചില മോഹങ്ങളിലേക്ക് ഞാൻ കുടുങ്ങിപ്പോയാൽ, അതല്ലെങ്കിൽ നുണ ഉപേക്ഷിച്ച് ഞാൻ തിരിച്ചും ഒരു നുണ പറയുന്ന വ്യക്തിയായി മാറിയാൽ, താഴ്മ ഉണ്ടായിരുന്ന ഞാൻ വീണ്ടും തിരിച്ചൊരു നികളഭാവത്തിലേക്ക് ഞാൻ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മാനസാന്തരപ്പെട്ട സമയത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ വളരെ ആ ഒരു ആദ്യ സ്നേഹത്തിൽ നിലനിന്ന് എന്റെ ജീവിതത്തെ ക്രമീകരിച്ച് ഞാൻ മുന്നോട്ട് പോയി. പക്ഷെ എവിടെയൊക്കെയോ താളപ്പിഴകൾ വന്ന് എന്റെ ജീവിതത്തെ വീണ്ടും ആ പിശാചിന്റെ ആ പ്രവർത്തികളിലേക്ക് ഞാൻ വലിച്ചിഴച്ച് ഞാനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പിശാചിന് ഞാൻ ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളോട് ഓർപ്പിക്കുകയാണ്, മാനസാന്തരം നമുക്ക് കൂടിയേ തീരത്തുള്ളൂ. ഈ മാനസാന്തരം കൂടാതെ, ഈ മനസ്സിനൊരു ചേഞ്ച് വരാതെ, ദൈവത്തിന് അടിസ്ഥാനം ശരിയാവാതെ കർത്താവ് മേലേക്ക് പൊക്കി പണിയത്തില്ല. അതിനെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം ഇനിയും നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. അതുകൊണ്ട് ഹൃദയത്തെ, വചനം പറയുന്നത് ഇപ്രകാരമാ, പ്രോവേർബ്സ് അതിന്റെ 28-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ വചനം കേൾക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. ഹൃദയം കഠിനപ്പെടുത്തിയാൽ വചനം പറയുന്നു അനർത്ഥത്തിൽ അകപ്പെടും. പ്രിയമുള്ളവർ, ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ വാക്തത്വത്തിന്റെ വചനങ്ങൾ മാത്രം വായിച്ചു വിടാതെ, ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഞാൻ എന്നോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ദൈവം നമ്മൾ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഹൃദയത്തെ കഠിനപ്പെടുത്താതെ കൽപ്പന അനുസരിക്കുവാനുള്ള ഒരു കൊതിയോടെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ആ മക്കളായി, അനുസരണമുള്ള മക്കളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് അനർത്ഥത്തിൽ അകപ്പെടാതിരിക്കേണ്ടതിന് നമ്മൾ ഹൃദയത്തെ കഠിനപ്പെടുത്തരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓർപ്പിക്കുകയാണ്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും, മൂഢാന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനായിത്തീരും. അതുകൊണ്ട് ഈ ഡെത്ത് നമ്മൾ ആദ്യം പറഞ്ഞു, റിപ്പന്റൻസ് ഫ്രം ദ ആക്ട്സ് ദാറ്റ് ലീഡ് ടു ഡെത്ത്. അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുന്നേ ഞാൻ പറഞ്ഞു, ഒരു വലിയ പാപമല്ല, ചെറിയ പാപമെന്ന് നമുക്ക് തോന്നുന്നത്. സഹോദരനോട് നിസ്സാര, അല്ലെങ്കിൽ അതിന് ആ വേണ്ടുന്ന റെസ്പെക്ട് കൊടുക്കാതെ നമ്മൾ സംസാരിച്ചാൽ പോലും നമ്മൾ ആ ചെയ്യുന്നത് ഒരു ഡെഡ് വർക്ക്. അത് അഗ്നി നരകത്തിന് യോഗ്യരാക്കി നമ്മളെ മാറ്റുന്നതായിരിക്കുന്ന കാര്യങ്ങളാണെന്ന് പ്രിയമുള്ളവരെ നമ്മൾ മറന്നു പോകരുത്, അല്ലെ? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോടുകൂടെ അവന്റെ അടുക്കൽ അയച്ചു. അവിടെ നമ്മൾ വായിക്കുന്നത്, പരീശന്മാര് യേശുവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ച് അവിടെ യേശുവിന്റെ അടുക്കൽ അയക്കി. അവിടെ ചെന്ന് ചോദിക്കുന്ന കാര്യം നമുക്കറിയാം, അത് ആ കരം കൊടുക്കുന്നത് വിഹിതമാണോ അല്ലയോ, കൈസർക്ക് കരം കൊടുക്കണമോ വേണ്ടയോ, ഇതായിരുന്നു അവരുടെ ചോദ്യം. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. ദുഷ്ടത എന്നുള്ള വാക്കാണ് ഞാൻ മെയിനായിട്ട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. കർത്താവ് അവരെ വിളിച്ചു, കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? അവിടെ കർത്താവ് അവരുടെ ദുഷ്ടത അറിഞ്ഞു. എന്തായിരുന്നു അവരുടെ ദുഷ്ടത? അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട്, അല്ലെ, കുരുട്ടുബുദ്ധി കാണിക്കുന്നതായിരിക്കുന്ന പരീശൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മളും ചില കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഉള്ളിലുള്ളത് അറിയാൻ വേണ്ടി ചിലത് ഇട്ടെറിഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതായിരിക്കുന്ന അവസ്ഥകൾ, ഇങ്ങനെയുള്ളതായിരിക്കും അവിടെ വാക്കിൽ വരുന്നതായിരിക്കുന്ന ചില പാളിച്ചകളെ ഭയത്തോടെ നമ്മൾ കാണേണ്ടതായിട്ടിരിക്കുന്നു. കർത്താവ് കണ്ടത് അത് അവരുടെ ദുഷ്ടതയാണ്. ദൈവം അവരുടെ ദുഷ്ടത അറിഞ്ഞ് കർത്താവ് വിളിക്കുകയാണ്, കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? അപ്പോൾ ദൈവം ദുഷ്ടതയായി കാണുന്ന ഒന്നുകൂടിയാണ് കപടഭക്തിക്കാര്. ആ കപടഭക്തി നമ്മളെ പ്രത്യേകിച്ച് ദൈവം നമ്മളെ
അത് ഓർപ്പിക്കുന്നു. നമ്മൾ എന്താണോ അത് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള കാര്യമാണ്. നമ്മൾ എന്താണോ അത് തന്നെ ആയിരിക്കണം എപ്പോഴും നമ്മൾ പുറത്തും അകത്തും നമ്മൾ ഒരുപോലെയായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ കർത്താവ് അറിയാം കപടഭക്തിയെ ദൈവം ഏറ്റവും വെറുക്കുന്ന കാര്യമാണ്. കാര്യം നമുക്കറിയാം ആ സ്ത്രീ വ്യഭിചാരം ചെയ്തു, അവളെ കുറ്റത്തിൽ പിടിച്ചു കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കർത്താവ് അവളെ കണ്ട രീതി ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു അല്ലെ. അവളെ കണ്ടപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞേ, നിങ്ങൾ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് അവളെ പ്രൊട്ടക്ട് ചെയ്തു അല്ലെ, അവളെ പ്രൊട്ടക്ട് ചെയ്യുക ചെയ്തേ. പക്ഷേ കപടഭക്തിക്കാരുടെ ഇതിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ താഴേക്ക് പല വാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമുക്കൊന്ന് കർത്താവ് ചില റൂഡായിട്ട് ചില വാക്കുകൾ അവർ വിളിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലെ കർത്താവ് ആത്മരോഷത്തിൽ ചില കാര്യങ്ങൾ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പൊ അതുകൊണ്ട് ദൈവം ഏറ്റവും ആ കപടഭക്തിയെ ദൈവം വെറുക്കുന്നു എന്നറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ അതിന് വിട്ടെറിഞ്ഞ് കളയുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൽ 21-ാം വാക്യത്തില് ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് ലൈന് പറയുന്ന കാര്യം, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അപ്പൊ കർത്താവ് തിരിച്ചു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അവരെ ദൈവം വിളിക്കുന്ന ഒരു വിളിയുണ്ട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ആരെയാണ് ഈ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടി, പക്ഷെ എല്ലാം കർത്താവിന്റെ നാമം പറഞ്ഞ ചെയ്തേ, പക്ഷെ അത് കർത്താവിന് അറിയാൻ പറ്റത്തില്ല. അവര് ദൈവം വിളിച്ച വിളിയാണ് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന്. അത് കഴിഞ്ഞ് 24-ാം വാക്യത്തിൽ അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. 7:24 ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വചനങ്ങളെ കേട്ട് ചെയ്യാതെ, വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെയുള്ള പ്രസംഗം, വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത സാക്ഷ്യം, വചനാടിസ്ഥാനത്തിലല്ലാത്ത പ്രാർത്ഥന, വചനാടിസ്ഥാനത്തിലല്ലാത്ത വിശ്വാസം, എന്താണോ വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത കുടുംബം, എന്ത് വിഷയങ്ങളായിക്കൊള്ളട്ടെ, അതിന്റെ അടിസ്ഥാനം വചനമല്ല എങ്കിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മൾ എന്ത് ശുശ്രൂഷ ചെയ്യുമ്പോഴും കർത്താവ് പറയുന്ന കാര്യം എന്തായിരിക്കും? നിലനിൽക്കുന്നത് വചനമാണ്. ആ വചനമല്ലാതെ മറ്റൊന്നിനും നിലനിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ വചനത്തിന്റെ അടിസ്ഥാനമല്ലാത്ത മറ്റെല്ലാം ഇളകി പോകുന്നുള്ളത് കൊണ്ട് കർത്താവ് നോക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇതെല്ലാം വചന അടിസ്ഥാനത്തിലായിരുന്നു, ജീവിതം വചന അടിസ്ഥാനത്തിലായിരുന്നു. നമുക്ക് വേണ്ടി നമ്മളെ ദൈവം മാർക്കിടുന്നത് ഞാൻ ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, നാം ചെയ്ത വീര്യപ്രവർത്തികൾ നോക്കിയിട്ടോ നമ്മൾ ചെയ്തായിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ നോക്കിയിട്ടോ ഒന്നുമല്ല ദൈവം മാർക്കിടുന്നത്. നമ്മൾ എത്രത്തോളം നമ്മുടെ സ്വഭാവം, നമ്മുടെ ക്യാരക്ടർ, നമ്മളെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തെ ആ ന്യായാസനത്തിന്റെ മുമ്പിൽ നാം നിൽക്കേണ്ടതാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുമ്പോൾ ആ ക്രിസ്തുവിന്റെ ന്യായാസനം മുന്നിൽ കണ്ടുകൊണ്ട് ഭയത്തോട് ജീവിക്കുന്ന ഭക്തരെ ദൈവം തന്റെ മേലേക്കുള്ളതായിരിക്കുന്ന പ്രവർത്തികളെ ദൈവം ചെയ്യും. ഈ ഭൂമിയിൽ തന്നെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പ്രവർത്തി ചെയ്യേണ്ടതിന് നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. നമ്മുടെ അടിസ്ഥാനങ്ങൾ ദിവസങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ഉറപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അടുത്ത ലെവലിലേക്ക് ദൈവം നമ്മളെ മൂവ് ചെയ്യിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പാസ്റ്റർ എപ്പോഴും പറയാറുണ്ട് വൈക്കോൽ മിനിസ്ട്രിയുടെ കാര്യം. ഞാൻ ഇടയ്ക്ക് ഇത് കേട്ട് ഞാനും പറയാറുണ്ട്. കാര്യം ഈ മരം പുല്ല് വൈക്കോൽ ആ മിനിസ്ട്രി, ആ സംഭവം എല്ലാം തീക്കൂടെ കയറ്റി അങ്ങ് വിട്ട് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു പിടി ചാരമായിട്ട് അത് വെളിയിൽ വരും. പക്ഷെ പൊന്ന് ആണ് എങ്കിൽ അത് മാത്രമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആകാശവും ഭൂമിയും എല്ലാം മാറിപ്പോകും. നിലനിൽക്കുന്നത് ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ. ആ വചനത്തെ ബേസ് ചെയ്തുകൊണ്ട് ആ വചനമാണ് അതിൽ കൂടെ കയറി ഇറങ്ങുന്നത്. വചനം ബേസ് ചെയ്ത മിനിസ്ട്രി ആണെങ്കിൽ ഉറപ്പായിട്ടും അന്നത്തെ നാളിൽ നമുക്ക് പ്രശംസയുണ്ടാകും. അവിടെ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ വാക്കുകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവവചന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. മാലാഖിയുടെ പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ചൂള കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. ആ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അഹങ്കാരികളൊക്കെയും, ആദ്യമൊക്കെ ഞാൻ ഒരിക്കലും ഈ ദുഷ്പ്രവർത്തിക്കാരുടെ കൂട്ടത്തിലും അഹങ്കാരികളുടെ കൂട്ടത്തിലും ഒന്നും എന്നെ കണ്ടിരുന്നില്ല. എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ പറയാം, ഞാനൊരു അഹങ്കാരിയാന്ന് പറയാൻ എനിക്ക് ഇഷ്ടമില്ല, ഞാൻ കണ്ടിരുന്നില്ല. പക്ഷേ ഈ താഴ്മ എന്നുള്ള വിഷയം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വിഷയമാണ്. ഈ താഴ്മയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ നമ്മളെ തന്നെ താഴ്ത്താനും നമ്മളിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ അങ്ങ് ആരാഞ്ഞറിഞ്ഞ് അതിനൊരു കറക്ഷൻ വേണമെന്ന് ആഗ്രഹിച്ച് താഴ്ത്താൻ തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിലുള്ള അഹങ്കാരങ്ങൾ എന്തൊക്കെയാണ്. താഴ്മ അല്ലെങ്കിൽ അഹങ്കാരം, ഒരു പകുതി താഴ്മയില്ല. ഞാൻ കുറച്ച് താഴ്മയുള്ളവളാന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. താഴ്മയാണെങ്കിൽ അത് താഴ്മയാണ്, അഹങ്കാരമാണെങ്കിൽ അഹങ്കാരം. ഒരു പാർഷ്യൽ ആയിട്ടുള്ള കാര്യം അവിടെ ഇല്ല.
അപ്പൊ അഹങ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, താഴ്മയല്ലാത്തതെല്ലാം അഹങ്കാരമാണ്. ഇനി ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറയണ്ടല്ലോ, ഓൾറെഡി നമ്മളത് ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇനി താഴ്ത്താനുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കാര്യം ആ ദിവസം ചൂളൊക്കെ കത്തുന്ന ഒരു ദിവസം വരുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, വരുവാനുള്ള ദിവസം വേരിൽ കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. ആരെ ദഹിപ്പിച്ചു കളയുന്ന വെച്ചാൽ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും അത് താളടിയായി പോകും. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ വചനങ്ങളെല്ലാം ഭയത്തിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിരിക്കുക. യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു, 18-ാം അധ്യായം 30-ാം വാക്യം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് ആ ഭാഗം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങൾ ഒക്കെയും വിട്ടുതിരിവീൻ. അകൃത്യം ഉണ്ടെങ്കിൽ, അകൃത്യം ഇന്നിക്വിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അതായത് പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് അത് നമുക്ക് നാശമായിട്ട് ഭവിക്കും. നാശം വന്ന് ഭവിക്കുന്നതിന് ഒരു കാരണമാണ് അത് അകൃത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മനം തിരിയണം. ആരാ മനം തിരിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, പാപം ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന പാപങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, ആ പാപത്തിൽ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് നമ്മൾ ജയിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം നമ്മൾ ഈ ദിവസങ്ങൾ ചോദിച്ച് അതിന്റെ മേൽ കർത്താവിന്റെ സഹായത്തോടെ മാത്രമേ നമുക്കതിന് ജയിക്കാൻ പറ്റൂ. ഞാൻ വീണ്ടും നമ്മൾ ഈ ഒരു ക്യാരക്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാ, പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ നമ്മൾക്കൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഈ അകൃത്യം എനിക്ക് നാശകരമായി ഭവിക്കല്ലേ കർത്താവേ, എന്റെ പാപം എനിക്ക് നാശമായി ഭവിക്കല്ലെന്ന് പറഞ്ഞ് നമ്മൾ മനം തിരിയുവാൻ റെഡിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് റെഡിയാ. നിങ്ങളുടെ അതിക്രമങ്ങൾ ഒക്കെയും വിട്ടു തിരിയുവിൻ. അവിടെ ഒരെണ്ണം പോലും വെച്ചേക്കാൻ അനുവാദമില്ല. അതിക്രമങ്ങൾ ഒക്കെയും, ഏതൊക്കെ പാപങ്ങളുണ്ടോ ആ പാപങ്ങളെല്ലാം വിട്ടു തിരിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. 31-ാം വാക്യത്തിൽ യെഹെസ്കേൽ 18:31 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവിൻ. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിൽ ആ വചനം നമുക്ക് അങ്ങനെ പറയാം. ഞാൻ കുറെ പ്രാവശ്യം ആ വചനം വീണ്ടും വായിച്ചു. ആ വാക്കുകൾ അങ്ങനെ പറഞ്ഞു, അതിക്രമങ്ങളെ നമ്മളിൽ നിന്ന് എറിഞ്ഞു കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഉപേക്ഷിച്ച് കളഞ്ഞതല്ലേ. ചിലതൊന്നും ഉപേക്ഷിച്ച് പിന്നെ എടുക്കരുതെന്ന്. ആ എറിഞ്ഞു കളയുന്ന സംഭവം പിന്നെ തിരിച്ചു പോയി ഒരിക്കലും എടുക്കരുത്. എറിഞ്ഞാൽ പിന്നെ അത് എറിഞ്ഞതാ. കർത്താവ് നമ്മുടെ അതിക്രമങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പാപങ്ങളെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ദൈവം എറിഞ്ഞു കളഞ്ഞേക്കോ. ദൈവം അത് അവിടെ ഇട്ട് കളഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ദൈവം അത് ഓർക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ അതിക്രമങ്ങളെ നമ്മൾ എറിഞ്ഞു കളഞ്ഞേക്കണം. പിന്നെ അതിലേക്ക് പിന്നെ പോകുവാനായിട്ട് നമ്മൾ ഇടം കൊടുക്കരുത്. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വായിക്കുമ്പോൾ, നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവിനെ സമ്പാദിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ലാസ്റ്റ് 32 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ. മനം തിരിഞ്ഞ് ജീവിക്കുവാൻ, അത് എറിഞ്ഞു കളയുവാൻ. അല്ലെ, പൗലോസ് അപ്പോസ്തലന്റെ മേൽ ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഓർക്കരുത്, കൊടഞ്ഞു കളഞ്ഞെന്ന് പറഞ്ഞതുപോലെ ആ കൊടഞ്ഞു കളയുവാൻ, അല്ലെ, ആ ഒരു ശക്തി എന്തായിക്കൊള്ളട്ടെ അതിനെ കൊടയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ എറിഞ്ഞു കളയുവാൻ ദൈവത്തിന് നമ്മളെ സഹായിക്കട്ടെ. യെഹെസ്കേൽ 18:27 ഇങ്ങനെ വായിക്കുന്നു, ദുഷ്ടൻ താൻ ചെയ്ത ദുഷ്ടത വിട്ടു തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ജീവനോട് രക്ഷിക്കും. അവൻ ഓർത്ത് താൻ ചെയ്ത അതിക്രമങ്ങളൊക്കെ വിട്ടു തിരിയുന്നത് കൊണ്ട് അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. അത് നമുക്കറിയാം. നമ്മൾ ജീവിച്ചിരിക്കേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിത്യജീവിതത്തെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് ആ ഭാഗങ്ങൾ ഇഷ്ടംപോലെ വചനത്തില് നമുക്കറിയാം. ജഡത്തിന്റെ സ്വഭാവവും ആത്മാവിന്റെ സ്വഭാവവും, ആർക്കാണ് ന്യായവിധി, ആർക്കാണ് നിത്യ നരകം എന്നെല്ലാം പഠിച്ചു കഴിയുമ്പോൾ പോസ്റ്റ് പറയുന്നവർ വരെ ആ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ചെറിയ കാര്യം പോലും, അല്ലെ, നമ്മളിപ്പോ പറഞ്ഞ പോലെ സഹോദരനോട് നിസ്സാരാന്ന് പറഞ്ഞാൽ പോലുമുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് ഭയത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. കാര്യം ദുഷ്ടത എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു വലിയ സംഭവമല്ല, ചെറിയ കാര്യങ്ങളാണ്. നമുക്ക് തോന്നുന്നത് പോലും ഈ കാറ്റഗറിയിൽ വരുന്ന കാര്യമാണ്. ലൈവ് പറയുമ്പോൾ, നമ്മളൊരു നുണ പറയുമ്പോൾ നമ്മൾ വിചാരിച്ചോണം പിശാചിനെ നമ്മുടെ അപ്പനാക്കുക. കാരണം ഈ നുണയുടെ അപ്പനാണ് പിശാച്. അത് നമ്മൾ മറന്നു പോകരുത്. എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് കർത്താവിൽ ആശ്രയിച്ച് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. യെഹെസ്കേലിന്റെ പ്രവചനം 36-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങൾ നിർമ്മലീകരിക്കും. വിഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അതിനെ ശുദ്ധീകരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവിടെ പറയുന്നുണ്ട്, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. കല്ലായുള്ള ഒരു ഹൃദയം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയും, കല്ലായുള്ള ഒരു ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം കൊടുക്കുക. എന്റെ ജീവിതത്തിൽ ഞാൻ കഠിനപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും മേഖലകളിൽ, എനിക്ക് ജയിക്കാൻ പറ്റാതെ കിടക്കുന്ന ഏതെങ്കിലും മേഖലകൾ ഉണ്ടെങ്കിൽ, കല്ലായി കിടക്കുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനോട് പറയണം, എന്റെ കർത്താവെ അവിടെ ഒന്ന് ദൈവമേ ആ ഹൃദയം, എന്റെ ഹൃദയം
ആ വിഷയത്തിനകത്ത് എനിക്ക് മാംസളമായ ഒരു ഹൃദയം തരണം കർത്താവെ. ആ കല്ല് ഒന്ന് മാറ്റിക്കളയണം, കാരണം അത് കഠിനപ്പെട്ടിരിക്കുക. ചില പാപങ്ങൾ ചെയ്തു കഴിയുമ്പോൾ പാപബോധം, അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില പാപങ്ങളുണ്ട്. മനഃപൂർവ്വമായിട്ട് ചിലപ്പോൾ ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കാം. പക്ഷെ അതിൽ നിന്നെല്ലാം ആ കല്ലായിരിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവസന്നിധി നമുക്ക് താഴ്ത്തി കൊടുക്കുക. നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മൾ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു അല്പസമയം ഇരുന്നിട്ടല്ല നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധം വരുന്നത്. നമ്മൾ ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് ആ ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടറിന്റെ ഒരു സമയമുണ്ട്. നമ്മൾ ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ അടുക്കിലേക്ക് വരും. വചനം പറയുന്നുണ്ടല്ലോ, ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മളോട് അടുത്ത് വരുമോ. ദൈവം നമ്മളോട് അടുത്ത് വരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് നമ്മുടെ പാപമാണ്, വേറൊന്നുമല്ല നമ്മൾ കാണുന്നത്. ആദ്യം കർത്താവിന്റെ സാന്നിധ്യം അറിഞ്ഞ് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ആ പാപത്തെ കുറിച്ചുള്ള ബോധം വരാൻ തുടങ്ങും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോണം, ആ പാപത്തെ കുറിച്ച് ബോധം വരുമ്പോൾ ദൈവത്തിന്റെ ആ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ മൊമെന്റില് പാപങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഒരു പേപ്പറിലോ ഒരു ബുക്കിലോ എഴുതി വെക്കുക. എന്നിട്ട് ആ പാപങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മൾ മറിഞ്ഞു കിടക്കുന്ന പാപങ്ങളായിരിക്കും. ചിലപ്പോൾ നമുക്കത് പാപമാണെന്ന് പോലും നമുക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധാത്മാവ് കറക്റ്റ് സമയത്ത് അതിന്റെ മേല് ദൈവം നമുക്ക് കാണിച്ചു തന്നതിന് വിടുതലയക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനായിരിക്കാൻ ദൈവത്തിന് ഞാൻ മഹത്വം കരയറ്റുന്നു. നമ്മളത് മണിക്കൂറുകൾ ദൈവത്തിലിരുന്ന് നമ്മുടെ പാപം എന്തെന്ന് ദൈവത്തോട് ചോദിച്ച്, പ്രിയമുള്ളവരെ, നമ്മളതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് മറിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ സ്വമേധ പാപങ്ങളെ അകറ്റണമേ. മറിഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിന് അത് വെളിപ്പെടുത്തി തരുന്നത് ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് അത് നമ്മളുടെ മേൽ അത് നമുക്ക് വെളിപ്പെടുത്തി തരും. ഹോശയുടെ പ്രവചനം 14-ാം അധ്യായത്തില് ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. 14-1 മുതലുള്ള ഹോശയുടെ പ്രവചനം 14-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇസ്രായേലിൽ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക, നിന്റെ അകർത്ത നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. അപ്പോൾ ഒരു വീഴ്ച നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കർത്താവ് കുറച്ച് നാളുകൾക്ക് മുന്നേ ദൈവം എന്നോട് ഇടപെട്ടത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മൾ ഓടിപ്പിടിച്ചൊരു പ്രവാചകനെ വിളിച്ചിട്ടോ അതിന്റെ കാര്യങ്ങൾ ഒന്നുമല്ല. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ചെയ്തുകൊണ്ടിരുന്നതാ, ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവ് എനിക്ക് എവിടെയെങ്കിലും ഫെയിലിയർ പറ്റിയിട്ടുണ്ടോ, എന്റെ മോൻ അനുസരിക്കാതെ അല്ലെങ്കിൽ എന്റെ മോൻ എന്നോടൊരു കള്ളം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, കർത്താവെ അവൻ എന്നോടൊരു കള്ളം പറയണമെങ്കിൽ എന്റെ ഫെയിലിയർ എന്താ, ഞാൻ എന്ത് മിസ്റ്റേക്ക് ചെയ്തിട്ട് അവൻ എന്നോട് കള്ളം പറയുന്നത്, അല്ലെങ്കിൽ എന്നിലുള്ളതായിരിക്കുന്ന ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടല്ലേ, അത് എവിടെയാണ് എന്റെ ഫെയിലിയർ എന്താണെന്ന് ചിന്തിക്കുവാൻ പല പ്രാവശ്യം ദൈവാത്മാവ് എന്നെ നിർബന്ധിച്ചിട്ടുണ്ട്. കാര്യം നമ്മുടെ ജീവിതത്തില് അകൃത്യ നിമിത്തമല്ലോ, വചനം ഇങ്ങനെ പറയുന്നത്, നിന്റെ അകൃത്യ നിമിത്തം അല്ലോ നീ വീണിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഫെയിലിയർ, എവിടെ ഫെയിലിയർ വന്നാലും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. രോഗം വരുമ്പോഴായിരിക്കാം നമ്മൾ ചിന്തിക്കണം, എന്റെ ജീവിതത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ. എല്ലാ രോഗങ്ങളും മിസ്റ്റേക്ക് കൊണ്ടല്ല, അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇല്ലേ? കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ എല്ലാം അതുകൊണ്ടല്ല. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം അതാ, ഞാൻ എവിടെയാ വീണുപോയി, ഇതിനെന്താണ് പ്രശ്നം എന്റെ ജീവിതത്തിൽ പറ്റി എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഒരു സാമ്പത്തിക വിഷയമാവട്ടെ, കുടുംബജീവിതത്തിലെ പ്രശ്നമാവട്ടെ, ഏത് വിഷയം എടുക്കുമ്പോഴും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ, എല്ലാ വിഷയം എടുക്കുമ്പോഴും ഒറ്റ കാര്യം നമ്മളോട് ചോദിക്കണം, കർത്താവേ ഇതിന് എന്റെ ഫെയിലിയർ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ദൈവം കാണിച്ചു തരും. പല എക്സ്പീരിയൻസ് എനിക്ക് പറയാനായിട്ടുണ്ട്. പല പാപങ്ങളെ ദൈവം എന്റെ ജീവിതത്തിൽ ഓർപ്പിച്ചു തന്ന് ഞാൻ അതിനെ ക്രമപ്പെടുത്തുവാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ സ്ഥിതിക്ക് ദൈവം എനിക്ക് മാറ്റം തന്നു. പല വിഷയങ്ങൾക്കകത്ത് എന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ, എന്റെ കുടുംബ ജീവിതത്തിനോടുള്ള ബന്ധത്തിൽ എല്ലാം പെർഫെക്റ്റ് ആയെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചില അനുഭവങ്ങൾ ദൈവം എന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. നമ്മൾ പാപത്തിൽ വീണിരിക്കുന്നെന്ന് അറിഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്ന്, കർത്താവെ ക്ഷമിക്കണമേ, അവിടെ ഫെയിലിയർ പറ്റിപ്പോയി കർത്താവെ, നമ്മൾ ബലഹീനരാ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ബലമില്ലാതെ, ബലഹീനതയിലെ കർത്താവിന്റെ കൃപ തന്ന് ദൈവം നടത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ബലഹീനതയിൽ ബലത്തെ തെളിയിക്കുവാൻ ശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ കർത്താവിന്റെ ബലം ദൈവം നമ്മുടെ മേൽ പകരും. അകൃത്യ നിമിത്തം വീഴുവാൻ അത് ദൈവം സമ്മതിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ അകൃത്യത്തെ കുറിച്ച് നമുക്ക് ബോധം തന്നുകൊണ്ടിരിക്കുക. നമ്മൾ ആ പാപത്തിൽ നമ്മൾ വീഴാതിരിക്കേണ്ടതിന്, പാപം നിമിത്തം നാം വീഴാതിരിക്കേണ്ടതിന് ഇന്ന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ ദൈവം തന്നിരിക്കുക. ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. ഫസ്റ്റ് എന്നും പറഞ്ഞല്ലോ, നമ്മൾ ആ ശബ്ദം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിക്കണം. ഒരു പ്രാവശ്യം പരിശുദ്ധാത്മാവ് പറയും നമ്മൾ അനുസരിക്കണം. പല പ്രാവശ്യം നമ്മൾ ശബ്ദം കേട്ടിട്ട് അനുസരിച്ചില്ലെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് സൈലന്റ് ആയിരിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്
സെൻസിറ്റീവായി പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കർത്താവെ ഇത് ഞാൻ അനുസരിക്കുന്നു, ദൈവം എന്നെ സഹായിക്കണമേ. തെറ്റുപറ്റുമ്പോൾ ബോധം വരുത്തി തരുന്ന ആത്മാവിന്റെ ശബ്ദം കേട്ട് നമ്മൾ ആ ശബ്ദം കേട്ട് അനുസരിക്കുന്നെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മളെ ശക്തീകരിക്കും. അതുകൊണ്ട് ആ ബെതസ്ത കുളത്തിൽ കിടന്ന ആ രോഗിയായി കിടന്നായിരിക്കുന്ന ആ ഒരു വ്യക്തിയെ 38 വർഷം നമുക്കറിയാം, ആ കഥയെല്ലാം നമുക്കറിയാം. അവിടെ കിടന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ യേശു കർത്താവ് സൗഖ്യമാക്കി അല്ലെ. സൗഖ്യമാക്കി കഴിഞ്ഞിട്ട് യേശു കർത്താവ് ദൈവാലയത്തിൽ വെച്ച് ആ വ്യക്തിയെ കണ്ടെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവനോട് കർത്താവ് പറയാ, നോക്കുക, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ഈ സൗഖ്യം കിട്ടിയവന് ഇനി തിന്മ വരുമോ? കാരണം സൗഖ്യം ദൈവത്തിൽ നിന്നല്ലേ വന്നേ. ആ സൗഖ്യം കിട്ടിയ വ്യക്തിക്ക് ഇനി തിന്മ വരുമോ എന്ന് ചോദിച്ചാൽ കർത്താവ് അവിടെ ബാക്കി കൂടെ പറഞ്ഞിട്ടുണ്ട്, തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്താൽ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചില വിടുതലുകൾ അത് പെർമനന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത്, ഈ ആശയം ഞാൻ നേരത്തെ പ്രസംഗിച്ചിട്ടുള്ള വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതായിരിക്കുന്ന സൗഖ്യമാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന കുടുംബ സമാധാനമാണെങ്കിലും, നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ കിട്ടുന്ന സമാധാനമാണെങ്കിലും, ഏത് വിഷയത്തിന് കിട്ടുന്ന വിടുതലാണെങ്കിലും അത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം പരിശുദ്ധാത്മ സഹായത്തോടെ ദൈവം നമ്മുടെ മേലെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ ആ ഹോശേയുടെ ആ പ്രവചനത്തിന്റെ 14:2 ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ അനുതാപ വാക്യങ്ങളോട് യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെല്ലുക. ഹറബ സന്ധു മൃഗശബ്ദലൂറി അരകസ്യാര. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൈവം ഇടപെടുന്ന ഒരു കാര്യം, നിങ്ങൾ അനുതാപ വാക്യങ്ങളോടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെല്ലുക. അനുതാപത്തിന്റെ വാക്കുകൾ വെറുതെ അക്ഷരികാർത്ഥത്തിൽ പറയുന്ന 2 വാക്കുകളായിട്ടല്ല, ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഹൃദയത്തെ കീറിക്കൊണ്ട് എന്റെ കർത്താവിന് ഞാൻ എന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ കീറുകയാണെന്ന് പറഞ്ഞ്, ഹാലലിയ, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറിക്കൊണ്ട് ആ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ഹാലലിയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചിട്ട് കർത്താവ് സകല അകൃത്യത്തെയും നമുക്ക് വേണ്ടി ദൈവം ക്ഷമിച്ചു തരും. അനുതാപ വാക്യത്തോടെ നമ്മൾ ആ ദൈവസന്നിധിയിൽ അടുത്ത് ചെന്ന് ആ വാക്യം പറഞ്ഞ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കരയില്ലെങ്കിൽ യേശുവിന്റെ വചനമിങ്ങനെ വിളിച്ചു പറയുന്നത് സകല അകൃത്യങ്ങളെയും കർത്താവ് ക്ഷമിക്കും. ആ മുടിയനായ പുത്രനെ ഹാലലിയ റബാ സന്ധുര രഹസ്യാര, ആ മുടിയനായ പുത്രൻ, ആ അപ്പന്റെ ഭവനത്തിലെ മക്കളെ 2 പേരും, ഒരപ്പന്റെ മക്കളെ എന്ന് പറഞ്ഞാല് ദൈവ ഫാമിലിയിലുള്ളതായിരിക്കുന്ന കർത്താവിന്റെ കുടുംബത്തിലുള്ളതായിരിക്കുന്ന മക്കളാണ് 2 പേരും. ഒരാളാണ് തെറ്റിപ്പോയത്. അവൻ ആ തെറ്റിപ്പോയതിന്റെ അത് മനസ്സിലാക്കി അവൻ മടങ്ങി വരുമ്പോൾ അവന്റെ അവസ്ഥ ഒന്നും നോക്കാതെ ഹാലലിയ അവനെ മാറോട് ചേർത്തണച്ച് ആ സ്നേഹത്തിൽ അവനെ പൊതിഞ്ഞ ഒരു പിതാവാണ് ഇന്ന് സ്വർഗത്തിൽ നമുക്കുള്ളത് എന്നുള്ളത് കൊണ്ട് നമ്മൾ അകൃത്യത്തിൽ ജീവിക്കുവാൻ, നമ്മുടെ പാപത്തിൽ തുടരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. സക്കായിയുടെ ആ ഒരു മാനസാന്തരത്തെ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. കഥയൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ സക്കായിയുടെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സക്കായി അവിടെ പറഞ്ഞ ഒരു കാര്യം കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്റെ ഉള്ളത്തിലേക്ക് വന്ന ഒരു ആശയമായിരുന്നു. സക്കായി നിന്ന് കർത്താവിനോട്, ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലാണ് സക്കായിയുടെ കഥ കിടക്കുന്നത്. സക്കായി അവിടെ നിന്ന് കർത്താവിനോട് പറയാണ്, കർത്താവെ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾ വായിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു ഇടിവെട്ട പോലെ എന്ന് പറയുന്നത് എന്റെ മനസ്സിലേക്ക് വചനത്തിന്റെ ശക്തി അങ്ങോട്ട് കയറി. അപ്പൊ തന്നെ ആത്മാവിൽ എന്റെ കർത്താവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അർത്ഥം മാത്രമല്ല, നമ്മൾ വചനം വായിക്കുമ്പോൾ അതിന്റെ ആത്മീയ അർത്ഥങ്ങളിലേക്ക്, അതിന്റെ വെളിപ്പാടുകളിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോരുത്തരോടും കർത്താവ് ഓരോ രീതിയിൽ കൂടെ സംസാരിക്കും. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടതായിരിക്കുന്ന കാര്യം ഇങ്ങനെയായിരുന്നു, ഞാൻ കാരണം ആരുടെങ്കിലും മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ വാക്കുകളിൽ ഞാൻ സംസാരിച്ച സംസാരം കൊണ്ട്, കുത്തുവാക്കുകൾ കൊണ്ട് ആരുടെയെങ്കിലും ഹൃദയം നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അതുപോലെ 4 മടങ്ങ് മടക്കി കൊടുക്കണം. ഏതെങ്കിലും മേഖലയിൽ കുറവുകൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണം എന്റെ വാക്കുകൾ കൊണ്ട്, എന്റെ നോട്ടം കൊണ്ട് ആരെങ്കിലും വേദനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഞാൻ 4 മടങ്ങ് സ്നേഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം എന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ മാത്രമേ അതൊരു യഥാർത്ഥ മാനസാന്തരമായിട്ട് മാറത്തുള്ളൂ. അതല്ല എങ്കിൽ അത് വെറുതെ ഒരു മാനസാന്തരം, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വാക്ക് പറഞ്ഞു അത് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ് വെറുതെ പോയി ഞാൻ അതും ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ
മാനസാന്തരം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രവൃത്തികളിൽ അത് റിഫ്ലക്ട് ചെയ്യണം. പാപത്തെ ജയിക്കുന്നതാണ്, ഞാൻ പല പ്രാവശ്യം പറയാറുള്ള ഒരു വാക്കാണ്, പാപത്തെ ജയിക്കുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. എന്റെ അപ്പം തന്നെ എനിക്ക് മനസ്സിന് ആശയം കിട്ടിയപ്പോൾ തന്നെ എന്റെ മക്കളുമായിട്ട് ഞാനത് ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായി. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന നമ്മൾ മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളൊരു വാക്ക് അങ്ങോട്ടും കൂടി പറയുമ്പോൾ, മറ്റുള്ളവരോട് നിസാരാന്ന് പറയുമ്പോൾ, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആ ഡിസൊബീഡിയന്റ് ആയിട്ട് പേരൻസിനോടാവട്ടെ ഏത് മേഖലകളിലാവട്ടെ നമ്മൾ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു മാനസാന്തരം വന്നാൽ, പരിശുദ്ധാത്മാവ് ഇടപെട്ടാൽ, വചനത്തിൽ കൂടെ ദൈവം നമ്മളോട് കുത്തിയാൽ, അപ്പൊ എന്ത് ചെയ്തോണം? കുത്തുകൊണ്ടിട്ട് വെറുതെ മുറിവേറ്റവനായിരിക്കാനല്ല, മുറിവെട്ടുന്ന ഒരു ദൈവമുണ്ട്. റുത്താനമാര സംതലൂറിയ രഹസ്യാര, ആ പരിശുദ്ധാത്മാവിനോട് ശക്തി ചോദിക്കണം. അതുപോലെ എന്റെ കർത്താവ് ദൈവ സ്നേഹത്തിൽ ഞാൻ ആ സ്നേഹിക്കാതിരുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഹാലേലൂയ, ദൈവം എന്നെ സഹായിക്കണം. അപ്പൻ മക്കൾ ബന്ധങ്ങളാണെങ്കിൽ, അമ്മായിയമ്മ മരുമക്കൾ ബന്ധങ്ങളാണെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഭാര്യപത്ര ബന്ധങ്ങളാണെങ്കിൽ, ബന്ധങ്ങൾ ഏതുമാവട്ടെ, ഹറവ സംധര രോഗശക്തി, ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. നമ്മൾ മാനസാന്തരപ്പെട്ടിരുന്നാൽ ഹാലേലൂയ മടക്കി കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അപഹരിച്ചിട്ടുണ്ടോ, അവരുടെ സമാധാനത്തെ നമ്മുടെ വാക്കുകളിൽ അപഹരിച്ചെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അത് മടക്കി കൊടുക്കുക. റീത്താന രഹസ്യ, അത് ഒറ്റ ഇരട്ടിയല്ല, അത് രണ്ടിരട്ടിയല്ല, അത് വചനം പറയും ഇവിടെ കിടക്കുന്നതായിരിക്കുന്നു 4 മടങ്ങ. റിബ ഹന്തര മനസ്സി അന്ധലു ശബ്ദേറിയാലവ ശബ്ദരു ഹുത്തന രഹസ്യാല. എല്ലാ മേഖലകളിലും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. എന്റെ ജീവിതത്തെ ഞാൻ ഈ വചനത്തിന്റെ മുമ്പിൽ താഴ്ത്തുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ കർത്താവ് പകരാതെ നമുക്കിതൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിലേക്ക് നടത്തട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഈ വചനവുമായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, വ്യക്തമായിരിക്കുന്ന ആലോചനയായിരുന്നു ഈ ആലോചന. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന് പ്രയർ ലൈനില് ഈ മാനസാന്തരം പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഈ മാനസാന്തരത്തെ കുറിച്ച് ജനത്തെ ബോധ്യം വരുത്തുക, അതിനു വേണ്ടിയിട്ട് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നെന്ന് എന്നോട് പറഞ്ഞു. എന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു, 3 കാര്യങ്ങളിൽ ജനം മാനസാന്തരപ്പെടണം. അവരുടെ 3 കാര്യങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റി ജനത്തിന്റെ മേൽ വരണം. അത് ഞാൻ ആഗ്രഹിക്കുന്നു. അപാര ശംധരഭശൗരവികാരകരകസ്യാര, ആ 3 കാര്യങ്ങൾ ഇന്ന് ഞാൻ ദൈവമെന്നെ ഏൽപ്പിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ആ ഇരു മനസ്സുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് കർത്താവിനോട് സംസാരിച്ചത്. ഇരു മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിൽ ഒക്കെയും അസ്ഥിരനാകുന്നു. ഈ മാനസാന്തരം വരേണ്ട മേഖല എന്ന് പറഞ്ഞാൽ 2 മനസ്സ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇരു മനസ്സുള്ളവനെ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇരു മനസ്സ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഫെയിലിയർ വരും. ഇരു മനസ്സുള്ളവന്റെ ജീവിതത്തിൽ കർത്താവിന് ഇതുപോലെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കർത്താവിന് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ ഇരു മനസ്സുള്ളവന്റെ എടുക്കൽ പറ്റത്തില്ല. അതുകൊണ്ട് വ്യക്തമായി പരിശുദ്ധാത്മാവിന് ഇടപെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മേഖലകളിലുള്ളതായിരിക്കുന്ന ഇരുമനസ്സ്. ഒന്നാമത്തത് വിശ്വാസത്തിലുള്ള ഇരുമനസ്സ്, രണ്ടാമത്തത് അനുസരണത്തിൽ ഉള്ള ഇരുമനസ്സ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ എഴുതിയിട്ടാൽ മതി, ബുക്കിൽ എഴുതുന്നവർ ബുക്കിൽ എഴുതിക്കോ. മൂന്നാമത്തത് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഇരുമനസ്സ്. ഇതിലൊന്നും ഇരുമനസ്സ് പാടില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ വിശ്വാസം, നമ്മുടെ അനുസരണം, നമ്മുടെ സ്വഭാവം, ഇത് 3 അപ്പൊ തന്നെ കർത്താവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഞാൻ എന്റെ കയ്യിലിരുന്ന ഒരു തുണ്ട് കഷ്ണം പേപ്പർ ആയിരുന്നു. ആ പേപ്പറിൽ ഞാൻ എഴുതിയിട്ടു, ഈ 3 കാര്യങ്ങൾ എഴുതിയിട്ടു. കാരണം ദൈവം ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അത് കറക്റ്റ് ചെയ്യേണ്ടതായിരിക്കുന്ന ആവശ്യം ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസം ഏത് ലെവലിലുള്ളതായിരിക്കുന്ന ഒരു വിശ്വാസമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴും വിശ്വാസത്തിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രയർ ലൈനിൽ ഇനി അതിനെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നല്ല സ്ട്രോങ് വിശ്വാസം. ഈ വിശ്വാസത്തിൽ എങ്ങനെയാണ് ഡബിൾ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇരുമനസ്സ് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഭയങ്കര വിശ്വാസത്തിന്റെ വചനം എല്ലാം പറഞ്ഞ് നമ്മൾ ശക്തമായിരുന്ന് ആരാധിക്കും. അടുത്ത ദിവസം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വീക്കായിരിക്കും. 3-ാമത്തെ ദിവസം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അല്പവിശ്വാസമായിട്ട് അത് മാറും. അപ്പൊ കർത്താവ് എന്നോട് ഇടപെട്ട ഒരു കാര്യം വെച്ചാൽ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ്, അത് ആ വിശ്വാസം അത് സ്ട്രോങ് ആയിരിക്കുന്ന ഒരു വിശ്വാസമായിരിക്കണം. അതല്ലാതെ നമ്മൾ വെറുതെ ഒരു വിശ്വാസമല്ല. വീക്ക് വിശ്വാസമാണെങ്കിലും അല്പവിശ്വാസമാണെങ്കിലും ദൈവം അതിൽ പ്രസാദിക്കത്തില്ല. അതിനെക്കുറിച്ച് കുറച്ച് വാക്യങ്ങൾ നമുക്ക് പിന്നീട് താഴേക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. അനുസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഒബീഡിയൻസ് ആണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഒരു പാർഷ്യൽ ഒബീഡിയൻസ് അല്ല. ഈ ആശയം നമ്മൾ മുന്നേ ശൗലിന്റെ കഥ പറഞ്ഞ സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അല്ലെ. അവിടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർഷ്യൽ ഒബീഡിയൻസും അതുപോലെ തന്നെ ഡിസൊബീഡിയൻസും രണ്ടും ഒരുപോലെയാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് ഒബീഡിയൻസ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ.
മൂന്നാമതായിട്ട് നമ്മുടെ സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിലും ഒരേ സമയം ജഡികരാണ്, ചില സമയത്ത് നമ്മൾ ആത്മീയരാണ്. ഈ വിഷയം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു ജഡത്തിന്റെ പ്രവൃത്തി ഇടയ്ക്ക് കയറി വരും. ചിലപ്പോൾ നമ്മൾ ആത്മാവിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് ഈ വിശ്വാസത്തിൽ ഉള്ളതായിരിക്കുന്ന ഒരു ഉറപ്പും അനുസരണത്തിലുള്ളതായിരിക്കുന്ന ഒരു നിലനിൽപ്പും നമ്മുടെ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കുന്ന ഒരു സ്വഭാവം, ആ ഒരു ക്യാരക്ടർ, ഈ ഒരു അവസ്ഥ, ഇങ്ങനെ ഡബിൾ മൈൻഡ് ഇല്ലാതെ ഈ പറഞ്ഞ 3 കാര്യങ്ങളിലും ശക്തമായി നിൽക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അവിടെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിൽ ഒക്കെയും അസ്ഥിരനാകുന്നു, തന്റെ സകല വഴികളിലും അസ്ഥിരന. മനസ്സുണ്ടെങ്കിൽ പ്രോവേർബ്സ് 25-26 ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ആ വചനം വായിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. സദൃശ്യവാക്യങ്ങൾ 25-26 അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാനെന്ന്. ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാൻ, ആ പൈശാചിക ശക്തിയുടെ മുമ്പിൽ നമുക്കങ്ങ് എടുക്കാം. മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാൻ എങ്ങനെയാണെന്നാ പറഞ്ഞേക്കുന്നതെന്ന് അറിയാവോ? കലങ്ങിയ കിണറ്റിനും മലിനമായ ഉറവിനും സമം. കലങ്ങിയ കിണറും ഒന്നിനും കൊള്ളത്തില്ല, മലിനമായ ഉറവും കൊള്ളത്തില്ല. അതിന് എന്തെങ്കിലും യൂസ് നമുക്കുണ്ടോ? ഒരൊറ്റ യൂസും ഇല്ല. പക്ഷെ നീതിമാൻ കുലുങ്ങിപ്പോയാൽ, അവൻ അസ്ഥിരനായി പോയാൽ, അവൻ ദുഷ്ടന്റെ മുമ്പിൽ ആ യുദ്ധം ചെയ്യുമ്പോൾ പിശാചിനെ കണ്ടു പേടിച്ചോ, അതല്ലെങ്കിൽ നമ്മൾ വേണ്ടുന്നത് പോലെ അതിന്റെ മുമ്പിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഫെയിലായി പോയി, നമ്മൾ കുലുങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും? അത് കലങ്ങിയ കിണറിനും മലിനമായ ഉറവിനുമായി അത് മാറ്റപ്പെടും. കർത്താവിന്റെ രക്തത്താൽ നീതിമാന്മാരാക്കപ്പെട്ട നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്നതായിരിക്കും ചില പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടത്തിന്റെ മുമ്പിൽ നമ്മൾ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുലുങ്ങിപ്പോകേണ്ടതായിരിക്കുന്ന സകല സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ വരും. അങ്ങനെ കുലുക്കിക്കളയാൻ തക്കവണ്ണം പിശാചിട്ട് കുലുക്കും. പക്ഷേങ്കില് നമ്മൾ കുലുങ്ങിപ്പോകാതെ നമ്മളെ കാക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസം പറയുമ്പോൾ നമ്മൾ കുലുങ്ങിപ്പോകില്ല. വചനം പറയുന്നത് നമ്മൾ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിന്റെ വചനം പറഞ്ഞ് നിൽക്കുന്നെങ്കിൽ നമ്മൾ കുലുങ്ങിപ്പോകത്തില്ല. കുലുങ്ങിപ്പോയാൽ ഇതുപോലെ വേസ്റ്റ് ആണ്, പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. കലങ്ങിയ കിണറ്റിനും മലിനമായ ഉറവിനും നമ്മൾ ഒരു കാരണവശാലും അത് ഒരു യൂസും ഇല്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് ആ വചനം നമ്മുടെ ഉള്ളത്തിൽ അത് അങ്ങനെ തന്നെ എഴുതപ്പെട്ട വചനമായിട്ട് അത് കിടക്കട്ടെ. അത് സങ്കീർത്തനം 45-7 ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീ നീതി ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദൂഷിക്കുന്നു. വാക്ക് അതിപ്പോ 2-3 ദിവസമായിട്ട് സ്ഥിരം പറയുന്നതായിരിക്കുന്ന ഒരു വാക്യം. അപ്പോ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദൂഷിക്കുക, ഒന്നെങ്കിൽ ഒന്നിൽ നിൽക്കുക. മനസ്സിലായില്ലേ? നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദൂഷിക്കുക, രണ്ടും കൂടെ കൊണ്ടുനടക്കുന്നില്ല. കൂടെ കൊണ്ടുനടന്ന എന്ത് പറ്റില്ല? താഴെ പറയുന്ന കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് വാസ്തു. അത് നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുന്നതായിരിക്കുന്ന ഒരു മിക്സഡ് അനുഭവം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നിങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ച് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞത്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിരെന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടുപ്പാക്കുവിൻ. അവിടെ പറയുന്നുണ്ട് മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ആർക്കാണ് ഹൃദയം ശുദ്ധീകരിക്കേണ്ടതെന്ന് വെച്ചാൽ മനസ്സ് എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പറ്റത്തുള്ളൂ. സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നെന്ന്. സങ്കീർത്തനക്കാരൻ പറയും മനസ്സുണ്ടെങ്കിൽ എനിക്കത് വെറുപ്പാണ്, കാരണം ദൈവത്തിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാണ്. പക്ഷേ മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു. നമുക്കതുപോലെ തന്നെ യെശയ്യാവിന്റെ പ്രവചനത്തിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. അവിടെ നമുക്കറിയാം, സ്ഥിരമാനസിനെയാണ് ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നത്. ഈ ഇരുമനസ്സുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഫെയിലിയർ ഉണ്ട്, പൂർണ്ണ സമാധാനം നമുക്ക് കിട്ടത്തില്ല. അതുപോലെ ഒത്തിരി വചനങ്ങൾ കിടക്കുന്നുണ്ട്. സങ്കീർത്തനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റുന്ന 12-ാമത്തെ സങ്കീർത്തനത്തിൽ കാണാൻ പറ്റുന്നത്, അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, കപടമുള്ള അതിരത്തോടും ഇരുമനത്തോടും കൂടി അവർ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളതിനെ കർത്താവ് ഒന്ന് ഛേദിച്ച് കളയുന്ന പറഞ്ഞേ. ഇരുമനത്തോടു കൂടെ സംസാരിക്കുക എന്ന് വെച്ചാൽ 2 മനസ്സോയി ഒരു സമയത്ത് ഒരു കാര്യം പറയും. അത് ഞാൻ ജസ്റ്റ് ആ ക്യാരക്ടർ മാത്രം ഞാൻ താഴേക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ കപടമുള്ള അതിരത്തോടും ഇരുമനത്തോടും കൂടെ സംസാരിക്കും. ദൈവം അതിനെയൊക്കെ ഛേദിച്ച് കളയും. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിക്കാനായിട്ട് പാടില്ല. അല്ലെ? കർത്താവ് പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റത്തില്ല. ഒരേ സമയത്ത് തന്നെ 2 ക്യാരക്ടർ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. വെളിപ്പാട് പുസ്തകത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാ, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, അല്ലേ? ശീതോഷ്ണവാനായതുകൊണ്ട് എന്റെ വായിൽ നിന്ന് കളയും. അപ്പൊ നമ്മളൊരു കാര്യം വിചാരിച്ചോണം, ദൈവം എത്ര ശക്തമായിട്ട് ദൈവം നമ്മളോട് ഇടപെടുന്നത്, അല്ലെ? ആ ഇരുമനത്തിന്റെ അനുഭവം എവിടെയെങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉണർത്തുമ്പോൾ കർത്താവിലേക്ക് മനസ്സ് തിരിഞ്ഞ്, അല്ലെ,
ആ മനസ്സ് തിരിഞ്ഞു കഴിയുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമ്മൾ വിടുവിക്കും. ആ 1 സാമുവേൽ 7:3 ഒന്ന് വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യ ദൈവങ്ങളെയും അസ്താരോത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുകയും എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. അവിടെ ഒരു 2 മനസ്സുണ്ടെങ്കിൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കില്ല. അവിടെ ആ ഒരൊറ്റ മനസ്സിൽ ഇതെല്ലാം നീക്കിക്കളഞ്ഞ് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് പൂർണ്ണ മനസ്സോടെ ദൈവത്തെ അന്വേഷിച്ച് കർത്താവിങ്കിലേക്ക് ചെല്ലുമ്പോൾ ഏതെങ്കിലും ഫെലിസ്ത്യന്റെ കയ്യിൽ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് മനം തിരിഞ്ഞാൽ മാത്രം മതി, ആ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് കർത്താവ് നമ്മൾ വിടുവിക്കും. ആ ഏത് അവസ്ഥയിലാണോ നമ്മൾ കിടക്കുന്നത്, ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ദൈവമായിട്ട് അനുവദിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ മനം തിരിഞ്ഞ് എന്റെ കർത്താവേ ഹല്ലേലൂയ, ഞാൻ ദൈവസന്നിധിയിൽ അടുത്ത് വരുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ആ ദുഷ്ടശക്തിയുടെ കയ്യിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കും. കർത്താവ് പരീക്ഷന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഉള്ളില് അവരുടെ കവർച്ചയും ദുഷ്ടതയെല്ലാം നിറഞ്ഞേക്കുക. അവരോട് കർത്താവ് വിളിക്കുന്ന പേര് അവരെ മൂഢന്മാരെയാണ് കർത്താവ് വിളിക്കുന്നത്. ഈ പുറമെ ഒന്ന് കാണിക്കും, ഉള്ളില് അത് 2 സ്വഭാവമല്ലേ ആ പരീക്ഷന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോ അത് ഉള്ളിലൊന്ന് പുറമെ വേറൊന്ന്. അവരുടെ ഉള്ളില് കവർച്ചയാണ്, അവരുടെ ഉള്ളില് ദുഷ്ടതയാണ് നിറഞ്ഞേക്കുന്നത്. അവരെ കർത്താവ് ഒരിടത്ത് മൂഢന്മാരെ വിളിക്കും, വേറൊരിടത്ത് ദൈവം അവരെ വിളിക്കുന്നത് കുരുടനായ, കർത്താവ് വിളിക്കുന്ന കുരുടനായ പരീക്ഷനെ കിണ്ടികണ്ണുകളുടെ പുറം വെടുപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടുപ്പാക്കുക. ഈ പുറം അല്ല ആദ്യം വെടുപ്പാക്കി കൊണ്ടുനടക്കുന്നത്, അകമാണ്. കാരണം ഈ ശവക്കല്ലറ പോലെയാ അവരെന്ന് പറഞ്ഞു അല്ലെ. ആ ഭാവമൊക്കെ നമുക്കറിയാം. പുറമെ നല്ല ശോഭയാ, പക്ഷെ ഉള്ളു തുറന്നു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ചത്ത ആൾക്കാരുടെ അസ്ഥി കംപ്ലീറ്റ് മലിനതകളുമാണ് അതിന്റെ ഉള്ളത്തില്. അതുകൊണ്ട് ദൈവം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പുറമെ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരാണ്. ഈ അധർമ്മം എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. നമ്മുടെ അകം എങ്ങനെയുള്ളതാണെന്ന് നമുക്കിന്ന് ചിന്തിക്കാം. പുറമെ എന്തായാലും പുറം ഉണ്ടാക്കിയ ദൈവം തന്നെയാണ് അകവും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന് നന്നായിട്ട് അറിയാം അകത്ത് എന്നെ ഇരിക്കുന്നതെന്ന്. പുറത്ത് എന്നെ ഇരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും, കാരണം നമ്മൾ കണ്ണിന് കാണുമെന്ന് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. അപ്പൊ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ എന്താണെന്ന് കാണാൻ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ അതുകൊണ്ട് കർത്താവ് നോക്കുമ്പോൾ നമുക്ക് അതില് ദൈവമേ എന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഇതുപോലെയാ. കർത്താവിനോട് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ഇന്നൊരു ഏകാഗ്ര ഹൃദയം അല്ലെ, ആ ഒരു 2 മനസ്സ് നമുക്ക് വേണ്ട. ദൈവസന്നിധിയിൽ ഒരു ഏകാഗ്ര ഹൃദയം എനിക്ക് തരണമെന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് നമുക്ക് വേണ്ടി തരും. കാരണം വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ആർക്കാണ് കർത്താവ് തന്റെ ബലം തെളിയിക്കുന്നത്? ആ ഏകാഗ്ര ചിത്തിയോടിരിക്കുന്നവർക്ക്. ഇന്ന് കർത്താവിന്റെ ബലം നമ്മുടെ മേൽ ദൈവം തെളിയിക്കണമെങ്കിൽ, ആ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരണമെങ്കിൽ നമ്മൾ ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ വേഗത്തിൽ ഡബിൾ മൈൻഡ് ഉള്ള ആൾക്കാരുടെ ഒരു 10 സ്വഭാവങ്ങൾ വേഗത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് റെഫറൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഫോർ അവർ റെഫറൻസ്. ഞാൻ ജസ്റ്റ് നമ്മളെ തന്നെ ശോധന ചെയ്യാനായിട്ട്, ബൈബിൾ റെഫറൻസ് ഞാൻ അതിന് എടുത്തിട്ടില്ല, പക്ഷേങ്കിൽ ഒന്ന് ശോധന ചെയ്യുവാൻ ഈ 10 പോയിന്റ്സ് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ഇരുമനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവിനാലൊക്കെ നയിക്കപ്പെടുന്നവരാന്ന് പറയും. പക്ഷേ നമ്മുടെ ചിന്തകളെ കൊണ്ട് നമ്മളെ തന്നെ നമ്മൾ നിറയ്ക്കുന്നവരായിരിക്കും. ഒരു സൈഡിൽ പരിശുദ്ധാത്മാവുണ്ട്, പക്ഷെ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ആ ചിന്തകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നവരായിരിക്കും നമ്മൾ ഇരുമനസ്സുള്ളവരാണെങ്കിൽ. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ സമാധാനം ഇരുമനസ്സുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കത്തില്ല. 3ാമത്തെ പോയിന്റ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, വിട്ടുകളഞ്ഞതായി നമ്മൾ ഈ പറഞ്ഞതിന്റെ ആശയമെല്ലാം ചുരുക്കിയാണ് ഞാൻ ഈ പറയുന്നത്. 3ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വിട്ടുകളഞ്ഞ ചില സ്വഭാവങ്ങളെ വേഗം നമ്മൾ അതിനെ തിരിച്ചെടുക്കാനായിട്ടുള്ളതായിരിക്കുന്ന ഒരു ടെൻഡൻസി ഉള്ളവരായിരിക്കും ഇരുമനസ്സുള്ളവർ. അതായത് പാവവുമായിട്ട് കോംപ്രമൈസ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ഒരു മടി കാണിക്കത്തില്ല. 4ാമത്തെ പോയിന്റ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ, ഒരു സമയത്ത് ഒരു കാര്യം പറയും, പക്ഷെ വേറൊരു കാര്യം ചെയ്യും. പറയുന്നതല്ല ചെയ്യുന്നത്. ഇത് ഇത്തരത്തിലുള്ളവരുടെ സ്വഭാവമാണ്. 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അവരിങ്ങനെ ഭയങ്കര അതിനകത്ത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അല്ലെ. അതാണ് പറയുന്നത് കടൽ തിരക്ക് തുല്യനായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ തിരയുടെ പ്രത്യേകത എന്താ, അല്ല തിരമാലയുടെ പ്രത്യേകത എന്താ? കാറ്റ് ഏത് ഡയറക്ഷനിൽ അടിക്കണോ ആ ഡയറക്ഷനിൽ പോകും. കാറ്റിന് എത്ര വലിപ്പമുണ്ടോ അത്രയും വലിപ്പത്തിൽ പോകും. അപ്പോൾ ഒത്തിരി വലിപ്പത്തിൽ കാറ്റടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അപ്പൊ അതിനുണ്ടാക്കുന്നതായിരിക്കുന്ന നഷ്ടങ്ങളും നമുക്കറിയാം. അപ്പൊ ഈ തിരമാല എങ്ങനെ പോകുന്നു എന്ന് വെച്ചാൽ കാറ്റിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ആ ഒരു ഇരുമനസ്സുള്ളവന്റെ അവസ്ഥ എന്ന് പറയുന്നത്.
ആറാമത്തെ കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, വിശ്വാസം പറയും പക്ഷെ വിശ്വാസത്തിൽ ജീവിക്കത്തില്ല. വിശ്വാസം പറയുന്നവനായിരിക്കും പക്ഷെ വിശ്വാസത്തിൽ ജീവിക്കത്തില്ല. ഏഴാമത്തെ പോയിന്റ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, പെട്ടെന്ന് അസ്വസ്ഥനാകും. ഒരു ഇച്ചിരി വിഷയങ്ങൾ, ഇച്ചിരി പ്രതികൂലങ്ങൾ വരുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മൾ അങ്ങ് ഡിസ്ട്രാക്റ്റഡ് ആവും. അതിനകത്ത് ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്തും നമ്മളെ അത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാതെ എന്ത് ചെയ്യും? മനുഷ്യരുടെ മുഖം അന്വേഷിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫോണിനകത്ത് കുത്തി നമ്മളായവരും ഇവരും എല്ലാവരും വിളിച്ച് നമ്മുടെ വിഷയങ്ങളൊക്കെ അങ്ങ് പറയും. പറയേണ്ടതും പറയും, പറയേണ്ടാത്തതും പറയും, അല്ലേ? എവിടെ നമ്മൾ കാര്യം വിളമ്പുമെന്ന് പാസ്റ്റർ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ ആരുടെ അടുത്ത് പോയി പറയണം, എങ്ങനെ പറയണം, അത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ പറയേണ്ടതായിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പുള്ളവരോട് പറയേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോൾ ദൈവത്തിന്റെ ഇതിലായിരിക്കണം നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഇരു മനസ്സുള്ള മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അവൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും എന്നുള്ളതായിരിക്കുന്ന സ്വഭാവം. എട്ടാമത്തെ പോയിന്റ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവന്റെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കോൺസ്റ്റന്റ് ആയിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തില്ല. കാരണം എന്താ? പെട്ടെന്ന് അവന്റെ കുറ്റം കണ്ടുപിടിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആ മനസ്സിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇരു മനസ്സിന്റെ പ്രത്യേകതകൾ ഇതെല്ലാം പറയുന്നത്. പിന്നെ ഒമ്പതാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ലോകത്തെയും ഒരേ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ജഡികനായിരിക്കും, ചിലപ്പോൾ ആത്മീകനായിരിക്കും, അല്ലെ? ചില സമയത്ത് ഭയങ്കര ആരാധന, ചില സമയത്ത് എല്ലാം പോയി ഒന്നുമില്ലാതെ അങ്ങനെ ആയിപ്പോകും. ചില സമയത്ത് വായി തോന്നിയതെല്ലാം വിളിച്ചു പറയും, ചില സമയത്ത് ഭയങ്കരമായ ആരാധന വെളിപ്പെടും. ഇങ്ങനെ ഉള്ളതായിരിക്കുന്ന അവസ്ഥ. പത്താമത്തെ പോയിന്റ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരാളെ കുറിച്ച് നല്ല കാര്യം പറയും, നാളെ ആ വ്യക്തിയെ കുറിച്ച് തിരുത്തി പറയും. അത് നമ്മളൊന്ന് വളരെ ശ്രദ്ധിക്കണം. ഇന്ന് ഞാൻ ഒരു വ്യക്തിയെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം നാളെ നമ്മൾ ആ വ്യക്തിയിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ മാറ്റം വന്നുകൊണ്ടായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്തോണം? നമ്മൾ ഒരു ആളെ ജഡ്ജ് ചെയ്യാനായിട്ട് പാടില്ല. ആ ആളെ കുറിച്ച് അയാളുടെ പോസിറ്റീവ് മാത്രം പറയാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചോണം. ആളുടെ ഒരു നെഗറ്റീവ് പറയാനായിട്ട് നമുക്ക് അനുവാദമില്ല. ഇന്ന് നമ്മൾ കേട്ടല്ലോ, നമ്മൾ വിധിക്കരുത്. അപ്പൊ അതുകൊണ്ട് ഈ 10 കാര്യങ്ങളാണ് ഒരു ഡബിൾ മൈൻഡഡ് പേഴ്സന്റെ ക്യാരക്ടേഴ്സ്. ഈ കാര്യങ്ങൾ അതിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തോന്നുന്നു ആ പോർഷൻ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് എന്നോട് പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ 3 മേഖലകളിൽ നമ്മൾ ആ ഡബിൾ മൈൻഡ്, നമ്മുടെ ആ ഇരു മനസ്സ് നമ്മൾ മാറ്റണം. 1 നമ്മുടെ വിശ്വാസം, 2 അനുസരണം, 3 സ്വഭാവം. ഇതിലെല്ലാം ആ ഒരു കറക്ഷൻസ് തരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് ഇത്രയും സമയം എന്റെ കർത്താവെ വചനത്തിന്റെ മുമ്പിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് അനുവദിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ, ദൈവം ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്ന വചനങ്ങൾക്കായി സ്തോത്രം. വചനത്തിന്റെ മുമ്പിൽ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പണിയപ്പെടേണ്ടതുപോലെ പണിയപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. എന്റെ കർത്താവെ, അടിസ്ഥാനം ശക്തമാണെങ്കിൽ അതിന്റെ എന്റെ കർത്താവിന്റെ പണി വളരെ വലുതായിരിക്കുമല്ലോ. അതുകൊണ്ട് കർത്താവെ, ഹല്ലേലൂയ, ആ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ, വചനത്തിന്റെ അടിസ്ഥാനത്തിന്റെ മേൽ, ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പുതുക്കിക്കൊണ്ട് എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ ഞങ്ങളോട് ദൈവം അടുത്തു വരുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ ദൈവമേ ഈ ദിവസങ്ങളിൽ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, പൂർണ്ണ അളവിൽ നിന്നും മാറ്റി എവിടെയെങ്കിലും കർത്താവെ കല്ലായിരിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ, നാളുകളായി കർത്താവെ രക്ഷപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും പാപങ്ങൾ കർത്താവെ, ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കി കർത്താവെ അതിലെല്ലാം കറക്ഷൻ വരുത്തി മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, കർത്താവെ പൂർണ്ണാത്മാവോടെ ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. കർത്താവ് ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു അനുഭവം നൽകണം. കാരണം കർത്താവ് ഞങ്ങൾക്ക് പൂർണ്ണ ജയം നൽകണമെങ്കിൽ ലിബരഹദുരാരക ശംധരാരക ത്യാരോ ഹല്ലേലൂയ കർത്താവെ, ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് വരേണ്ട ആവശ്യകതയുണ്ടല്ലോ. കർത്താവെ, പൂർണ്ണ ജയം ദൈവം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ കർത്താവെ, ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മമണ്ഡലങ്ങളിലെല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ആ വിട്ടു പോകുന്നതിനെ കർത്താവെ, ഹല്ലേലൂയ വിട്ട് കളഞ്ഞ ചില സ്വഭാവങ്ങളെ ഒരിക്കൽ പോലും മടക്കിയെടുക്കാതെ കർത്താവെ, അത് ക്രിസ്തുവിനോട് കൂടെ ഞങ്ങളെ തന്നെ ക്രൂശിച്ചുകൊണ്ട് കർത്താവെ ജഡത്തെ അതിന്റെ രാഹമുഖാദികളോടുകൂടെ ക്രൂശിച്ചുകൊണ്ട് ഹല്ലേലൂയ ഒരേ സമയം കർത്താവെ ലോകത്തിന്റെ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതെ ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തിലേക്ക് അടുത്ത് വരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഹല്ലേലൂയ കാരണം അവിടുത്തെ കണ്ണ്
യഹോവയെ കർത്താവെ ആ ഏകാഗ്ര ചിത്തയോടെ ഇരിക്കുന്നവരെയാണ് എന്റെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളത് കൊണ്ട്, എന്റെ കർത്താവിന്റെ ബലം തെളിയിക്കുന്നത് അവർക്കായിരിക്കുന്നത് കൊണ്ട് എന്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന് ഇളകാത്ത മനസ്സ് കർത്താവ് ഞങ്ങൾക്ക് അവിടെ നൽകണം. ഉറപ്പുള്ളൊരു മനസ്സ് ദൈവം ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. ഹാലലിയ കർത്താവെ, അവിശ്വാസത്തിന്റെ ഒരൊറ്റ വാക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ വരാതെ, ഹാലലിയ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല വിഷയത്തിന്റെ മേലും, ഈ രാജ്യത്തിന്റെ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല വിഷയത്തിന്റെ മേലും എന്റെ കർത്താവെ വിശ്വാസം പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ഹാലലിയ ദൈവം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അവിശ്വാസത്തിന്റെ വാക്ക് കർത്താവെ ഇയ്യോബ് കേട്ടിട്ട്, തന്റെ ഭാര്യയിൽ നിന്ന് കേട്ടിട്ടും കർത്താവെ ഹാലലിയ നാവ് കൊണ്ട് പാപം ചെയ്തില്ലെന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ട് കർത്താവെ. ഞങ്ങൾ കർത്താവെ സ്വർഗീയ കലവറ തുറക്കണമെങ്കിൽ എന്റെ കർത്താവെ ഹാലലിയ അവിശ്വാസത്തിന്റെ കീഴ്ത്ത് തുറക്കാതെ പറ്റത്തില്ലല്ലോ കർത്താവെ. വിശ്വാസം സ്ഥിരമായിരിക്കുന്ന ഒരു വിശ്വാസമാക്കി കർത്താവെ, ആ നിലനിൽക്കുന്ന വിശ്വാസമായി കർത്താവ്, ഉറപ്പുള്ളതായിരിക്കുന്ന വിശ്വാസം, ആ ഒരു സ്ട്രോങ് ഫെയ്ത്ത് കർത്താവെ ദൈവം ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഏതെല്ലാം പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാലും എന്റെ കർത്താവിന്റെ നാമം പറഞ്ഞ് അതിനെയൊക്കെയും ജയിക്കുവാൻ തക്കവണ്ണം ആത്മാവിന്റെ ശക്തി കർത്താവെ, ആ വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവേ അവിടെ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. റാബാദര കർത്താവെ, വിശ്വാസം ഹാലലിയ കർത്താവെ, ഞങ്ങൾ വായിക്കുന്നത് പോലെ തീയുടെ ബലം കെടുത്തുന്ന വിശ്വാസം, തീ കെടുത്തുന്ന വിശ്വാസമല്ല. തീ പല രീതിയിലും കെടുത്താൻ പറ്റും, പക്ഷേ തീയുടെ ബലത്തെ കെടുത്തുക എന്നുള്ളത് അത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കർത്താവെ. തീയുടെ നടുവിൽ നിന്നിട്ട് തീയുടെ ബലത്തെ ഇല്ലാതാക്കിയ ഹാലലിയ ദൈവം ഞങ്ങൾക്ക് മാതൃക കാണിച്ചു വെച്ചിരിക്കുന്നതായിരിക്കുന്ന പുരുഷന്മാർ മുൻപിലുണ്ടല്ലോ. തീയുടെ ബലത്തെ കെടുത്തിയവർ തീ കെടുത്തിയവരല്ല. അതാണ് അസാധാരണമായിരിക്കുന്ന പ്രവൃത്തി. അതാണല്ലോ കർത്താവെ വിശ്വാസത്തിന്റെ പ്രവൃത്തി. കർത്താവെ സിംഹത്തെ കൊല്ലില്ല, ദാനിയേൽ കർത്താവെ സിംഹത്തെ കൊല്ലില്ല. ആ സിംഹത്തിന്റെ വായടച്ച വിശ്വാസം. യേശുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിശ്വാസം ഞങ്ങൾക്ക് ദൈവം വർദ്ധിപ്പിച്ചു തരണമേ. സിംഹത്തിന്റെ വായടയ്ക്കുന്ന വിശ്വാസം കർത്താവെ, ഒരു സിംഹം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഹാലലിയ വിശ്വാസം മുഖാന്തരം ആ സിംഹം വായടച്ചെങ്കിൽ ഹാലലിയ അത് അസാധാരണമായിരിക്കുന്ന ദൈവപ്രവർത്തിയ ഹാലലിയ രകാലകരഹസ്യാരവ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ദിവനരകരി ഉത്തരാരക ശൗര രുഗജകടകരഹസ്യാര റീബാല ഹദ്രേ രഹസ്യം തലൂരിക്കര വസ്തന റിബൽ ശൂരാമരഹസി ഊർബാല ഹംദര രഹസ്യാഥനാരക ശൗരേ ലൂബ അരാവസ്തംധര രഹശൗരേ രുകൽധാരഹസ്യം തേ ലിക്കാരവശം കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഇന്ന കർത്താവെ ഹാലലിയ നോണ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നാളെ ഞാൻ അത് മാറ്റി ഒരു നോണയെ പറഞ്ഞുള്ളൂ എന്ന് പറയാനായിട്ടല്ല കർത്താവെ, അതിൽ ജയം വരിച്ചെന്ന് പറയുവാൻ ഹാലലിയ താഴ്മയുള്ള സ്വഭാവം ഹാബാരി ഷാദരാരകസ്യാരകാഹത്തെ ഹാലലിയ കർത്താവെ, അതിലൊക്കെയുള്ള ഒരു കംപ്ലീറ്റ് കർത്താവെ ഒരു ജയത്തെ ദൈവ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം ഞങ്ങൾക്ക് നൽകണമേ. എന്റെ കർത്താവ് ജയം നൽകണമേ. മാനസാന്തരം ഹാലലിയ ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് കർത്താവെ വചനവുമായി ദൈവം ഇറങ്ങിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളെ കയറി ദിവസങ്ങൾ ദൈവത്തിന്റെ വിധിപ്പാൻ, ഞങ്ങളുടെ അടിസ്ഥാനങ്ങൾ സ്ട്രോങ്ങാക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചാലും കർത്താവിന്റെ വചനത്തിനായി സ്തോത്രം. സകല മഹത്വവും മാനവും എന്റെ കർത്താവിന് സമർപ്പിക്കുന്നു. പ്രേരണയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും എന്റെ കർത്താവിന്റെ കുടുംബങ്ങളെയും എന്റെ കർത്താവിന്റെ നാമം പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവെ, സകലരും അനുഗ്രഹമാക്കി ദൈവം മാറ്റണമേ. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി കർത്താവെ ഉണർവ് ദൈവം അയക്കുമ്പോൾ ഹാലലിയ ഞങ്ങൾ ഉണർവിന്റെ ഭാഗമാക്കി ദൈവം ഞങ്ങളെ മാറ്റണമേ. ഹാലലിയ കർത്താവെ ശക്തമായിരിക്കുന്ന നിലവാരത്തിൽ എന്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അഭിഷിക്തമാരാക്കി ഞങ്ങളുടെ തലമുറകളും കർത്താവിന് വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ശക്തി നൽകണമേ കർത്താവെ. ഇത്രയുള്ള ദൈവം അതിന് മുഖാന്തരമാക്കിയിരിക്കാൻ സ്തോത്രം. ഇതിലൂടെ ഞങ്ങൾ ആത്മശക്തി പ്രാപിക്കട്ടെ കർത്താവെ. ഞങ്ങൾ ഒരു മുൻവിധിയും കൂടാതെ കർത്താവെ ഹാലലിയ ദൈവസന്നിധിയിൽ വചനം കേട്ട് കർത്താവെ അതനുസരിച്ച് അത് പഠിച്ച് ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവെ ഹാലലിയ ദൈവസന്നിധിയിൽ താഴ്ത്ത മനുഷ്യരുടെ മുമ്പിൽ വിനയത്തോടെ വിവേകത്തോടെ എന്റെ കർത്താവ് നൽകുന്നതായിരിക്കുന്ന കർത്താവെ ഹാലലിയ അപ്പാ നൽകുന്ന വചന വെളിപ്പാടുകളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഓടുവാൻ സർവശക്തന്റെ കൃപ ഞങ്ങൾക്ക് കൂടിയേ പറ്റത്തുള്ളൂ കർത്താവെ ഹാലലിയ. ദൈവം ഞങ്ങൾ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല, അവിടുത്തെ ബലം ഞങ്ങളുടെ മേൽ തെളിയിക്കുന്ന ദൈവമായിരിക്കൽ ആ ബലവാനായിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, ആ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ കർത്താവിന് വേണ്ടി താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചാലും അവിടുന്ന് ബലപ്പെടുത്തിയാലും പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു വെരി മച്ച് സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ
മോശയെ പറ്റി ദൈവം പറയുന്നത് എന്റെ ദാസനായ മോശയോ അങ്ങനെയുള്ളവനല്ല, അവൻ എന്റെ ഗ്രഹത്തിനെല്ലാം വിശ്വസ്തനാണ്. മനുഷ്യർ നോക്കുന്ന മിടുക്കന്മാരെയാണ് നോക്കുന്നത്, IT കമ്പനിക്കാരൊക്കെ നോക്കുന്ന മിടുക്കന്മാരെയാണ് നോക്കുന്നത്. എന്നാൽ ദൈവം നോക്കുന്ന മിടുക്കന്മാരെയല്ല, വിശ്വസ്തന്മാരെയാണ് നോക്കുന്നത്. എല്ലാ തുറകളിലും വിശ്വസ്തന്മാരായിരിക്കാൻ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. പിന്നെ താഴ്മയുള്ളവർക്കോ ദൈവം അവരെ എവിടെല്ലാം നോക്കി ഐസ് ഓഫ് ദ ലോർഡ് ഗോസ് ടു ആൻഡ് ഫ്രോ ലുക്കിംഗ് ഫോർ എ ഹംബിൾ പേഴ്സൺ ടു ഷോ ഫോർത്ത് ഹിസ് പവർ ആൻഡ് സ്പ്ലെൻഡർ ഇൻ ദിസ് വേൾഡ്. ദൈവത്തിന്റെ ബലം വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ഒരാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആരെയാണെന്നറിയാം? താഴ്മയുള്ളതും മനസ്താപമുള്ളതായ ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ ഓരോരുത്തരും ആയിരിക്കട്ടെ. ബാബിലോണിൽ ദൈവം നോക്കിയപ്പം 4 പേരെ കണ്ടു. ചന്ദ്രത്തിനെയും മേശക്കിനെയും അഭ്യന്തരകോയും ദാനിയേലിനെ കാണാം. അവൾ ആൾക്കാർ ഒത്തിരി പേരുണ്ട്, ഭൂതന്മാർ ഇപ്പം പോലെ ആൾക്കാരില്ലാഞ്ഞിട്ടല്ല. കർത്താവിന് പ്രയോജനമുള്ളത് 4 പേരേ ഉള്ളൂ. അവരിൽ കൂടെ ദൈവപ്രവൃത്തി ആ ബാബിലോണിൽ വെളിപ്പെട്ടു. ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി. അതുപോലെ ഈ ദേശത്ത് നമ്മളിൽ കൂടെ ദൈവം ആരാണെന്ന് വെളിപ്പെട്ടു. അയ്യോ, ജാതികൾ നിന്റെ മുമ്പിൽ വിറയ്ക്കത്തക്കോണം, നിന്റെ വൈരികൾക്ക് നിന്റെ നാമം വെളിപ്പെടുത്തുവാൻ തീയിൽ ചുളി കത്തുന്ന പോലെ വെള്ളം തിളയ്ക്കുന്ന പോലെ കുന്നുകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോയി ആകാശം കീറി നമ്മുടെ മധ്യേ ഇറങ്ങി വരണമെങ്കിൽ നമ്മൾ ഏറ്റവും ഹമ്പിളായിരിക്കാമെങ്കിൽ ദൈവം നമ്മുടെ മധ്യത്തിലോട്ട് ഇറങ്ങി വരും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവിന്റെ ദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാക്ടിക്കൽ ടീച്ചിങ് ആണ് കർത്താവിന്റെ ദാസി തരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമല്ല, ഇൻഫർമേഷന് വേണ്ടിയല്ല. മിററിൽ നോക്കുന്നത് നമ്മളെ തന്നെ കാണാൻ വേണ്ടിയാണ്. പിന്നെ പ്രൈസിലോട് ദൈവത്തിന്റെ വചനം ഹാമറ എന്തിനാണെന്നറിയാമോ? ബ്രിങ് കൺവിക്ഷൻ. പാറയെ തകർക്കുന്ന ചുറ്റില്ല ദൈവത്തിന്റെ വചനം. പ്രൈസിലോട് പാറയെ തകർക്കുന്ന ചുറ്റിൽ എന്ന് പറഞ്ഞാൽ ബ്രിങ് കൺവിക്ഷൻ. പരിശുദ്ധാത്മാവ് കൺവിക്ഷൻ കൊണ്ട്. പിന്നെ അത് തീയാണ്, റിഫൈൻ ചെയ്യും. God's word is like a fire, refining us. ശുദ്ധീകരണത്തിൽ കൂടെ നമ്മൾ എല്ലാത്തിനും എന്തോ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന ക്രിസ്തുവിനെ പോലെ നമ്മൾ ഓരോരുത്തരും ആയിത്തീരണം. അതിനുവേണ്ടി പ്രസംഗം, അതിനുവേണ്ടിയ പാട്ട്, അതിനുവേണ്ടി ആരാധന, അതിനുവേണ്ടി പിശാചിന്റെ പോരാട്ടങ്ങളൊക്കെ തരും. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനാണ്. ദൈവരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഓരോ ദിവസവും ഓരോ ടെസ്റ്റിനകത്ത് പാസ്സാകുമ്പോൾ ഓരോ വിധത്തിലുള്ള ടെസ്റ്റുകൾ ദൈവം തരും. എന്തിനാണ്? ക്യാരക്ടർ ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. ദൈവം നമ്മുടെ പ്രൈസിലോട് ക്യാരക്ടറിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസിൽ ഓരോ ദിവസം കഴിയുമ്പോൾ ക്രിസ്തുവിനോട് പ്രൈസിലോ ആയാൽ മോഹങ്ങൾ ജനിച്ചു മാറി ജഡത്തിനായി ചിന്തിക്കരുത്. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി. ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ ശുദ്ധീകരണത്തിനായി അടിമകളാക്കി സൗഹൃദത്തിൽ ദൈവത്തിന്റെ വചനം വായിക്കും. ആയാൽ പാപം നിങ്ങളുടെ മറ്റു ശരീരങ്ങളുടെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനിയും വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുത്. നിങ്ങളെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളു. നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. കൂടെ സംസാരിച്ച വചനം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് അതിന് നമ്മുടെ ജീവിതത്തെ പണിയാൻ ദൈവമായ സഹായിക്കുമാറാകട്ടെ. ന്യൂയോർക്കിൽ നിന്ന് ജൂസ് സിസ്റ്റർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ലൈനിലുണ്ടോ സിസ്റ്റർ? ഉണ്ട്.